കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ദൈവം തരുന്ന അവസരത്തിനും നിയോഗങ്ങൾക്കും ശ്രേഷ്ഠകരമായ പദവികൾക്കുമായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാം ദിവസം, 2ാമത്തെ സെഷൻ, വളരെ ആത്മനിയോഗത്തോടെ ഈ ശുശ്രൂഷകൾ പ്രസൈഡ് ചെയ്യുന്ന സഭയുടെ സീനിയർ ശുശ്രൂഷകൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, എനിക്ക് മുൻപായി ഈ ഫ്ലോറിൽ നിന്നുകൊണ്ട് ശക്തമായി ആത്മീക ആരാധനകൾക്ക് നേതൃത്വം കൊടുത്ത ചർച്ചിൻ്റെ വർഷിപ്പ് ടീം, ഇന്ന് ഈ സദസ്സിലായിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധരും അനുഗ്രഹീതരുമായ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ, വിശേഷിച്ച് ഈ മിനിസ്ട്രിയുടെ ഈ സ്റ്റേറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന അഭിഷക്തനായ സ്തോത്രം, കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ ദീപു ജേക്കബ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായി സ്തോത്രം, ക്രിസ്തുവിൽ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന പാസ്റ്റർ ഹോളിൻസ് ഇവിടുത്തെ റോഹിണിയിൽ നിന്നും കടന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവമനുഷ്യനെ ഓർത്ത് സ്തോത്രം. നിങ്ങളെല്ലാവരെയും ഒരാവർത്തി കൂടി കർത്താവിൻ്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ എൻ്റെ സ്നേഹ വന്ദനം ഈ സമയത്ത് അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ഈ 2ാം സെഷനിലും ആത്മാവ് നമ്മെ ഏത് നിലകളിൽ നയിക്കുന്നുവോ ആ നിലകളിൽ ഈ ശുശ്രൂഷകളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്നോട് സംസാരിക്കണം. ഈ സീസണിൽ എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെ ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തണം എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എനിക്ക് ലഭ്യമായ അത്രയും സമയം ദൈവവചനത്തിലൂടെ നിങ്ങളെ ശുശ്രൂഷിപ്പാനാണ് ആത്മാവ് എനിക്ക് നിയോഗം തരുന്നത്. നമ്മൾ ഒരുമിച്ച് ഒരു ഏരിയ ഇന്ന് കവർ ചെയ്യാൻ പോകുകയാണ്. എന്തോ ഒരു വലിയ സംവിധാനത്തെ ക്രോസ് ഓവർ ചെയ്യുന്ന ഒരു അഭിഷേകത്തിൻ്റെ തലം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് തുറക്കും. മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ശുശ്രൂഷകൾ ശ്രവിക്കാൻ സാധ്യതയുള്ളവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ബൈബിളിൽ നിന്നും 2 വാക്യങ്ങൾ 2 ഭാഗങ്ങളിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഒരാൾക്ക് യെശയ്യാ പ്രവചനം എടുക്കാം, 25-ാം അധ്യായം. മറ്റൊരാൾ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. 2 ഭാഗത്തു നിന്നും ഓരോ വാക്യങ്ങൾ നാം വായിക്കുന്നു. യെശയ്യാവ് 25-ന്റെ 8-ാം വാക്യവും 1 കൊരിന്ത്യൻസ് 15-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യവും. അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യെശയ്യാവ് 25:8 അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. 1 കൊരിന്ത്യൻസ് 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് ചേർത്തടയ്ക്കാം. എല്ലാ കണ്ണുകളും കർത്താവിൻ്റെ സന്നിധിയിൽ നിർബന്ധമായും അടച്ച്, നമ്മുടെ പുറമേയുള്ള കണ്ണുകൾ അടയുമ്പോൾ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്ന് ആ ദൈവമുഖത്തേക്ക് മാത്രം നോക്കി വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി അവിടുത്തെ ജനത്തെ ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ പുത്രനും അഭിഷക്തനുമായി ഞാൻ ഈ ജനത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകളുടെ മുഴുവൻ നിയന്ത്രണവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഞാൻ കൈമാറുന്നു. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി സകലതും അനുഗ്രഹമായി ചെയ്യും. ഓ ലോർഡ്, കർത്താവെല്ലാം ഞങ്ങളെ അനുഗ്രഹമായി ചലിപ്പിക്കാൻ പോകുന്നതിന് സ്തോത്രം. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ചേർന്ന് കരമുയർത്തി ദൈവത്തിൻ്റെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ 2 വേദവാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ഒന്ന് യെശയ്യാ പ്രവചനം 25:8 അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. 2 1 കൊരിന്ത്യർ ലേഖനം 15:22 ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിലെല്ലാവരും ജീവിപ്പിക്കപ്പെടും. അടുത്ത മണിക്കൂറുകളിൽ ഈ ദൂത് നാം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ ദൈവം എഴുതുന്നു, മരണത്തെ ജയിക്കുന്നൊരു തലമുറ ഈ പട്ടണത്തിൽ എഴുന്നേക്കാൻ പോകുകയാ. യെശയ്യാവ് ആത്മാവിൽ പ്രവചിക്കുകയാ, അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. ഒരു പ്രത്യേക ടൈമില്ല, ഫോർ എവർ. കർത്താവേ, എത്രത്തോളം കാലത്തേക്ക് അങ്ങ് മരണത്തെ നീക്കും?
ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിക്കുന്നത് വരെ. ദൈവം നിങ്ങൾക്കിട്ടിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ അവസാന മിനിറ്റ് വരെ മരണത്തെ അവൻ നീക്കിക്കളയും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാം, ഏതെങ്കിലും നിലകളിൽ എത്തിക്കാം എന്ന് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ മരണത്തിനു തൊടാൻ കഴിയാത്തൊരു തലമുറയെ ദൈവം ഈ ദേശത്ത് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. കൊരിന്ത്യ ലേഖനത്തിൽ കുറെ കൂടെ വ്യക്തമായി പൗലോസ് അത് വെളിപ്പാടിൽ കൈമാറിയിരിക്കുകയാണ്. 2 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നൊരു പ്രവചനമാണ്, 2 ഒരു വെളിപ്പാടാണ്. പഴയ നിയമത്തിൽ കാലഘട്ടത്തിൻ്റെ പ്രവാചകൻ യെശയ്യാവ് ഒരു പ്രവചന ശബ്ദമായിട്ട് അത് കൈമാറുമ്പോൾ, പുതുനിയമത്തിൽ കാലഘട്ടത്തിൻ്റെ അപ്പോസ്തലനാകുന്ന പൗലോസ് അത് വെളിപ്പാടിൽ ഒരു തലമുറയ്ക്ക് വേണ്ടി കൈമാറുകയാണ്. പ്രവാചകൻ ദൈവത്തിൻ്റെ നാവ, അപ്പോസ്തലൻ ദൈവത്തിൻ്റെ കയ്യാ. ഞാൻ ആവർത്തിക്കുന്നു, പ്രവാചകൻ ദൈവത്തിൻ്റെ നാവായി ദൈവശബ്ദം കൈമാറുമ്പോൾ, അപ്പോസ്തലൻ ദൈവത്തിൻ്റെ കരമായി ഇറങ്ങി നിന്ന് ആ ദൈവശബ്ദത്തെ നിവർത്തിക്കും. സ്തോത്രം. ഒരേ ആശയത്തിൽ 2 തലത്തിൽ നിൽക്കുന്ന 2 അഭിഷക്തന്മാർ ദൈവമക്കളോട് ഇടപെടുകയാണ്. പ്രവാചകൻ പറയുന്നു മരണത്തെ ഞാൻ നീക്കും. അപ്പോസ്തലൻ പറയുന്നു ഒരു തലമുറ ജീവിപ്പിക്കപ്പെടും. എങ്ങനെയാണ് നാം ജീവിപ്പിക്കപ്പെടുന്നത്? ക്രിസ്തുവിലുള്ള വെളിപ്പാടിനകത്താണ്. ഈ ദൂത് കൈമാറുവാൻ ദൈവം പൗലോസിനെ എഴുന്നേൽപ്പിക്കുമ്പോൾ, നമുക്കറിയാം കൊരിന്ത് സഭയ്ക്ക് പൗലോസ് 2 ലേഖനങ്ങൾ എഴുതുന്നു. ഒന്നാമത്തെ ലേഖനം എഴുതുന്ന പശ്ചാത്തലം സഭയ്ക്കകത്ത് വലിയൊരു ഭിന്നത വെളിപ്പെട്ടു വരികയാണ്. ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത ഒരു സഭ, എല്ലാ കൃപാവരങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ 4 തട്ടായി 4 പക്ഷമായി നിൽക്കുമ്പോൾ, ഇതിൻ്റെ നടുവിൽ ആത്മനിയോഗത്തോടെ അഭിഷക്തൻ ലേഖനം എഴുതി കൈമാറുകയാണ്. സത്യത്തിൽ ഇത് എഴുതുവാൻ ദൈവം പൗലോസിനെ തന്നെ കണ്ടു. കാരണം പൗലോസിനെ ദൈവം ആ നിലകളിലാണ് പുറത്തെടുക്കുന്നത്. ഒരു കാലത്ത് ഈ മനുഷ്യൻ ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും ഉപദ്രവകാരിയായിരുന്നു. സ്തോത്രം. സ്തേഫാനോസിനെ പോലെയുള്ളൊരു ദൈവമനുഷ്യൻ്റെ മരണത്തിൻ്റെ പിൻപിൽ, സ്തേഫാനോസിനെ കൊന്നുകളയുവാൻ അതിൻ്റെ പിൻപിലെ സകല ഗൂഢാലോചനകളും നടത്തിയ ആൾ, ഇല്ലാത്ത തെളിവുണ്ടാക്കി, ഇല്ലാത്ത സാക്ഷികളെ ഉണ്ടാക്കി, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നൊരു ദൈവമനുഷ്യനെ തകർത്ത് കളയുവാനുള്ള സകല സംവിധാനങ്ങളും ഒരുക്കിയ ശൗൽ. ദമസ്കോസിൽ ഈ മാർഗക്കാരായ സ്ത്രീകളോ പുരുഷന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും പിടിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുപോകുവാൻ അധികാരികളോട് പത്രം എഴുതി വാങ്ങി വരുന്ന ഒരു ശൗലിനെ അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. അന്ന് വരെ ആ ദമസ്കോസ് പട്ടണവാതിൽക്കലേക്ക് വരുന്നതുവരെ ആ വ്യക്തി ശൗലായിരുന്നു. എന്നാൽ ദമസ്കോസിൽ അന്ന് വെളിപ്പെട്ട ഒരു ദൈവിക ഇടപെടൽ ശൗലിനകത്ത് മറഞ്ഞു കിടന്ന പൗലോസിനെ കർത്താവ് അത്ഭുതകരമായി പുറത്തെടുക്കുക. നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്, സൂര്യനെ കവിയുന്നൊരു വെളിച്ചം ആ ദമസ്കോസ് പട്ടണത്തിൻ്റെ വാതിൽക്കൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ ശൗൽ യാത്ര ചെയ്തു വരുന്ന മൃഗവാഹനത്തിൽ നിന്നും ആ തെരുവിലേക്ക് ശൗലിനെ കുടഞ്ഞെറിയുകയാണ്. സ്തോത്രം. ആ തെരുവിലേക്ക് തെറിച്ചു വീഴുന്ന ശൗൽ കേൾക്കുന്നൊരു ശബ്ദമുണ്ട്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? സത്യത്തിൽ ശൗൽ ഉപദ്രവിച്ചത് ദൈവമക്കളെയാ, എന്നാൽ ഉപദ്രവം നേരിട്ടത് കർത്താവിനാ. ഞാൻ ആവർത്തിക്കുന്നു, ആരാധിക്കുന്ന ദൈവമക്കൾക്കെതിരെ ശത്രുവോ മനുഷ്യരോ ഒരു ഉപദ്രവം അഴിച്ചുവിട്ടാൽ ഉപദ്രവം നേരിടുന്നത് കർത്താവാണെങ്കിൽ ആ കർത്താവിൻ്റെ കരം ചില ഏറികളുടെ അകത്ത് വെളിപ്പെട്ട് വരാൻ പോകുകയാ. കാലങ്ങളായി ഒന്നിനു പുറകെ ഒന്നെന്ന ക്രമത്തിൽ ദൈവമക്കൾക്കും ദൈവസഭകൾക്കും എതിരെ സ്തോത്രം ഉപദ്രവം അഴിച്ചുവിടുന്ന ചില ഏറികളുടെ അകത്ത് ഇന്ന് രാത്രി ഈ മിനിറ്റിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരുമെന്ന് ആത്മാവ് ദൂത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നവർ ചേർന്ന് കരം ഉയർത്തി ദൈവത്തിൻ്റെ മഹത്വം കൊടുത്തു. സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ തന്നെ ഇന്ത്യൻ സഭയ്ക്ക് വേണ്ടി ഭാരതത്തിന്റെ തെരുവുകളിൽ ഇങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ചലിപ്പിക്കാൻ കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ട് വരാൻ പോകുകയാ. കാലങ്ങളായി ദൈവമക്കളെ ഉപദ്രവിച്ച് ദൈവമക്കൾക്കെതിരെ ഉപദ്രവം അഴിച്ചുവിടുന്ന ചില ഏറിയകളുടെ അകത്ത് തെരുവുകളിൽ പ്രശ്നത്തിന് പരിഹാരം വരുത്തേണ്ടതിനായി ദൈവത്തിന്റെ നിയോഗങ്ങൾ ശക്തമായിട്ട് വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. നോക്കിക്കേ, സ്തോത്രം. ഉപദ്രവിച്ചത് ദൈവമക്കളെയാ, എന്നാൽ വേദനിച്ചത് ദൈവത്തിന്റെ ഹൃദയമാ. ഹല്ലേലൂയ. നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ശൗലിന്റെ ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? ഉത്തരം ഇതാ, നീ ഉപദ്രവിക്കുന്ന
യേശുവാകുന്നു ഞാൻ. ആ ഭാഗം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, ആ തെരുവിലിറങ്ങിയതൊരു വെളിച്ചമാണ്. വെളിച്ചത്തിനകത്തൊരു ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തിയുടെ പിറകിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിലും ഈ ആരാധനാലയത്തിൻ്റെ 4 ചുവരുകളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ പിറകിൽ ഒരു വ്യക്തിയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് എന്ന ശക്തിയുടെ പിറകിൽ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്കൊരു വ്യക്തിത്വമുണ്ടെന്ന് ഈ വചനത്തിലൂടെ ഞാൻ കൈമാറിയാൽ ബോധ്യമാകുന്നവർ കർത്താവിന് മഹത്വം കൊടുത്തു. ദൈവശക്തിക്കകത്ത് മറഞ്ഞു കിടക്കുന്ന വ്യക്തി അക്ഷരികമായി നിങ്ങളുടെ ശരീരത്തിനകത്ത് ഇറങ്ങാൻ പോകുകയാ. ആ വ്യക്തിക്കൊരു നാവുണ്ട്, ആ വ്യക്തിക്കൊരു കണ്ണുണ്ട്, ആ വ്യക്തിക്കൊരു കാതുണ്ട്, ആ വ്യക്തിക്കൊരു കരമുണ്ട്. ആ വ്യക്തിയുടെ നാവിൽ നിന്നും ഒരു ശബ്ദം പുറത്തു വന്നാൽ ആയുസ്സിൽ ഒരു വ്യക്തികളും നിങ്ങളെ തകർക്കാതെ വണ്ണം ദൈവം നിങ്ങളെ അത്ഭുതകരമായി നടത്താൻ പോകുകയാ. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ മീതെ പരിശുദ്ധാത്മാവാകുന്ന ശക്തിയും വ്യക്തിയും അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന വ്യക്തിത്വവും അത്ഭുതകരമായി വ്യാപരിക്കട്ടെ. ദൈവമക്കളെ ഉപദ്രവിച്ച് ദൈവമക്കളെ കൊന്നുകളയുന്ന, ദൈവമക്കളെ തകർത്ത് കളയുന്ന ഒരു സാമ്രാജ്യത്തെ ശക്തി പ്രബലമായി നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവജനത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിനായി തെരുവിലിറങ്ങി പ്രവർത്തിക്കുവാൻ കഴിയുന്ന സ്വർഗത്തിന്റെ മഹത്വം പുസ്തകത്തിനകത്ത് മാത്രമല്ല, ആരാധിക്കുന്നതിന്റെ മക്കൾക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ തെരുവുകളിലും ചലിപ്പിക്കാൻ കഴിയുന്ന ആ ദൈവത്തിന്റെ നിയോഗത്തെ ഈ 8-ാം മാസത്തിന്റെ 15-ാമത്തെ രാത്രി മുതൽ ആത്മാവിതിനകത്ത് ചലിപ്പിക്കുമ്പോൾ എന്റെ പട്ടണത്തിനകത്ത്, എന്റെ ദേശത്തിനകത്ത്, എന്റെ സഭയ്ക്കകത്ത്, ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് അങ്ങനത്തെ ഒരു ഗ്ലോറി സോൺ തുറക്കണമെന്ന് ശൗലിനെ പൗലോസാക്കാൻ ഒരു ലൈറ്റ് എൻകൗണ്ടർ, വെളിച്ചമിറങ്ങി, വെളിച്ചത്തിനകത്തൊരു എൻകൗണ്ടർ നടക്കുക. വൻ യാത്ര ചെയ്തു വരുന്ന മൃഗവാഹനത്തിൽ നിന്നും ശൗലിനെ കുടഞ്ഞെറിയുന്നു. നിങ്ങൾക്കറിയാവോ, ദമസ്കോസിന്റെ പഴയ പേര് ദമ്മശേക്ക് എന്ന. വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് പിറകിൽ ഏകദേശം ശൗൽ ആ സ്ഥലത്ത് വരുന്നതിന് 700 വർഷങ്ങൾക്ക് പിറകിൽ യെശയ്യാവ് ദമ്മശേക്കിനെ കുറിച്ചൊരു ദൂത് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വായിച്ചാൽ മതി, യെശയ്യാവ് 17-ാം അധ്യായം. ദമ്മശേക്കിനെ കുറിച്ചുള്ള പ്രവാചകം എന്ന് പറഞ്ഞ് 1-2 വാക്യങ്ങളുടെ അകത്തൊരു ദൂത് കൈമാറുകയാണ്. ദമ്മശേക്ക് ഒരു പട്ടണമാകാതെ വണ്ണം ശൂന്യകൂമ്പാരമായി തീരും. അടുത്തൊരു പ്രധാന പദം ഇങ്ങനെ പറയുന്നത്, അതിന്റെ രാജത്വം ഇല്ലാതാകും. ദമ്മശേക്ക് ഒരു പട്ടണമാകാതെ വണ്ണം, 1 അത് ശൂന്യമായി തീരും, 2 അതിന്റെ രാജത്വം ഇല്ലാതായി തീരും. സ്തോത്രം. 7 നൂറ്റാണ്ടുകൾക്ക് പിറകിൽ യെശയ്യാവ് ദമ്മശേക്കിനെ കുറിച്ച് പറഞ്ഞ ദൂതതാ, ശാപത്തിന്റെ ദൂത കിടക്കുന്നത്. ശ്രദ്ധിച്ചേ, 7 നൂറ്റാണ്ടായി ദമ്മശേക്കിന്റെ മണ്ണിനകത്ത് അലിഞ്ഞു ചേർന്നത് ശാപത്തിന്റെ ദൂത. എന്നാൽ ദമ്മശേക്കിന്റെ പേര് മാറി ദമസ്കോസായി, ദൈവം മാറിയില്ല. അടുത്തൊരു സീസൺ തിരിയുമ്പോൾ അതേ സിറ്റിക്കകത്തേക്ക് വേണ്ട ശാപം വഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കയറി വരികയാണ്. ദൈവമക്കളെ ഉപദ്രവിച്ച്, ദൈവസഭയെ ഉപദ്രവിച്ച ശാപം വഹിച്ചുകൊണ്ട് ഒരുവൻ ശപിക്കപ്പെട്ട അതിർത്തിക്കകത്തേക്ക് കയറുമ്പോൾ അവന് മീതെ സ്വർഗം തുറന്നു. സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം, സൂര്യന് വെളിച്ചം കൊടുക്കുന്ന ലോകത്തിന്റെ പ്രകാശം അന്ന് ആ തെരുവിലേക്ക് വ്യാപരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അന്ന് അവിടെ എഴുതി, ഇനി ഈ മണ്ണിനകത്ത് എഴുന്നേൽക്കുന്നത് ശാപമല്ല, ഇനി ഈ മണ്ണിനകത്ത് ജീവിക്കാൻ പോകുന്നത് ശപിക്കപ്പെട്ടവനല്ല. ശാപം പേറിക്കിടക്കുന്ന മണ്ണിനകത്ത് ഉലകത്തിന്റെ ശാപത്തെ പൊളിക്കുന്ന വെളിപ്പാടുമായി ഞാൻ എന്റെ അഭിഷക്തനെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ആരുടക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാ. വർഷങ്ങളായി ശാപം വീണ് കിടക്കുന്ന നിന്റെ കുടുംബത്തിനകത്ത്, കൊല്ലങ്ങളായി ശാപം വീണ് കിടക്കുന്ന നിങ്ങളുടെ പട്ടണത്തിനകത്ത് ഉലകത്തിന്റെ ശാപത്തെ തകർക്കുന്ന ദമ്മശേക്കുകളുടെ മുഖഛായയെ മാറ്റേണ്ടതിനായി ദൈവത്തിന്റെ മഹത്വം ആ തെരുവിലിറങ്ങിയതുപോലെ ഭാരതത്തിന്റെ പല പട്ടണങ്ങളുടെ മുഖഛായയെ മാറ്റേണ്ടതിനായി ആകാശം ചായിച്ചു സ്വർഗം തുറന്ന് തേജസ്സിന്റെ കർത്താവ് തന്റെ മഹത്വത്തെ പ്രദർശിപ്പിക്കുന്ന ആത്മമണ്ഡലങ്ങളെ തുറക്കുമെന്ന് ഇന്ന് രാത്രി കർത്താവ് ഇതിനകത്ത് നിയോഗത്തെ കൈമാറുകയാ. വിശ്വസിക്കുന്നവർ നന്നായിട്ട് കർത്താവിന് ആരാധന കൊടുത്തു. നിന്റെ വീടിനകത്ത്, നിന്റെ കുടുംബത്തിന്റെ, നിന്റെ കുലത്തിന്റെ, നിന്റെ ദേശത്തിന്റെ, പട്ടണത്തിന്റെ ശാപത്തെ തുറച്ചു മാറ്റേണ്ടതിനായി. ആരോ പറയുന്നു എൻ്റെ വീടിനകത്ത് ശാപം, ആരോ പറയുന്നു എൻ്റെ സാഹചര്യങ്ങളുടെ അകത്ത് ശാപം. എത്ര അധ്വാനിച്ചിട്ടും നന്മ ലഭിക്കുന്നില്ല, എത്ര മെഡിസിൻ എടുത്തിട്ടും രോഗം മാറുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും മിനിസ്ട്രി ഓപ്പൺ ആകുന്നില്ല, എത്ര വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്നു, ആത്മീകമായ ഒരു മഹത്വം വീടിനകത്ത് വെളിപ്പെട്ടു വരുന്നില്ല. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തെ തൊട്ട് ദൈവാത്മാവ് ഈ തിരുവെഴുത്തിനെ കൈമാറുകയാണ്. പതിറ്റാണ്ടുകളുടെ ശാപം വീണുകിടന്ന ദമ്മശേക്കിന്റെ മണ്ണിനകത്ത് തുറന്ന സ്വർഗത്തിൽ നിന്ന് ഒരു വെളിച്ചം വന്നടിച്ചപ്പോൾ
ലോകത്തിന്റെ മുഴുവൻ ശാപത്തെ മാറ്റുന്ന വെളിപ്പാടുമായി ഒരു മനുഷ്യന് കർത്താവ് രൂപാന്തരം വരുത്തിയെങ്കിൽ ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് വരുമ്പോൾ കൊല്ലങ്ങളായി വീണ് കിടക്കുന്ന ചില ശാപത്തിന്റെ അനുഭവത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നേക്കുമായിട്ട് മാറ്റാൻ പോകുകയാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ. അങ്ങനെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. നമ്മെ ശാപത്തിൽ നിന്ന് അവൻ വീണ്ടെടുത്തെങ്കിൽ ഡമസ്കോസുകൾ ഓപ്പൺ ആകട്ടെ, ഡമസ്കോസുകൾ ഓപ്പൺ ആകട്ടെ. തുറന്ന സ്വർഗത്തിൽ നിന്നും തേജസ്സിന്റെ വെളിച്ചം തട്ടുന്ന ഭാരത സഭയുടെ ആത്മഗതിയെ തിരിക്കുന്ന വെളിപ്പാടുകളുമായി ദൈവിക നിയോഗത്തിനകത്തൊരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, നിങ്ങൾ ആ ഭാഗം ധ്യാനിച്ചാൽ ഒരു കാര്യം പിടികിട്ടും. ദമ്മേശക്കിനെ ദൈവം ദമസ്കോസ് ആക്കിയപ്പോ ആ ദമസ്കോസിലേക്ക് സൂര്യനെ കവിയുന്നൊരു വെളിച്ചം വ്യാപരിച്ചപ്പോൾ, സ്തോത്രം, സത്യത്തിൽ ശൗലിനെ ദൈവം പൗലോസ് ആക്കുകയല്ലേ. വീണത് ശൗൽ, എഴുന്നേറ്റത് പൗലോസ്. വീണത് ബെന്യാമീൻ ഗോത്രത്തിലെ കടിച്ചു കീറുന്ന ചെന്നായി, എഴുന്നേറ്റ് വരുന്നത് യഹൂദാ ഗോത്രത്തിന്റെ ബാലസിംഹം. വീണത് സഭയെ മുടിക്കുന്നവൻ, ഉപദ്രവിക്കുന്നവൻ, എഴുന്നേറ്റ് വരുന്നത് സഭയെ പണിയുന്നവൻ. ഇനി നിങ്ങൾ ശൗലിന്റെ കരത്തിലേക്ക് നോക്കണം. ഇവന്റെ കയ്യിലൊരു കത്ത്, കത്തിന്റെ ഉള്ളടക്കം സഭയെ മുടിക്കണം, തകർക്കണം. സഭയെ ഉപദ്രവിക്കാനുള്ള ഒരു കത്തുമായി വന്നവൻ ആ വെളിച്ചത്തിനകത്തേക്ക്, ദൈവസാന്നിധ്യത്തിനകത്തേക്ക് കയറിയപ്പോൾ ഞാൻ വിശ്വസിക്കുകയാ, ആ ആത്മാവിന്റെ തീക്കകത്ത് ആ കത്തിനെ കർത്താവ് കത്തിച്ചു കളഞ്ഞു. ഏത് കൈ കൊണ്ടാണോ സഭയെ മുടിക്കാൻ ഒരു കത്തുമായി വന്നത്, അതേ കരം കൊണ്ട് സഭയെ പണിയാനുള്ള 14 കത്തുകൾ ദൈവം എഴുതിപ്പിച്ചില്ലേ? ദൈവാത്മാവ് സഭയോട് ദൂത് കൈമാറുകയാ. തകർക്കാൻ വരുന്ന ആളുകളെ കൊണ്ട് തന്നെ നമ്മെ പണിയിപ്പിക്കാൻ കഴിയുന്ന ദൈവിക ഇടപെടലുകൾ ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ട് വരാൻ പോകുകയാ. മുടിക്കാനും തകർക്കാനുമുള്ള ഒരു ലെറ്ററുമായി വന്നവൻ അതേ കരം കൊണ്ട് അതേ കൂട്ടത്തെ പണിയാനും അതേ കൂട്ടത്തെ ബലപ്പെടുത്താനുമുള്ള 14 ലെറ്ററുകൾ എഴുതിയെങ്കിൽ കർത്താവ് ചിലരെ തൊടാൻ പോകുന്നു, കർത്താവ് ചിലരെ സ്പർശിക്കാൻ പോകുന്നു. വിരോധമായി നിൽക്കുന്ന ആളുകളെ കൊണ്ട് തന്നെ നമുക്ക് അനുകൂലമായി ചിലത് ചെയ്യിക്കേണ്ടതിനായി ദൈവത്തിന്റെ ഗ്ലോറിയെ ഇന്ന് രാത്രി ആത്മാവിനകത്ത് വെളിപ്പെടുത്തട്ടെ. ദൈവാത്മാവ് ചിലരോട് പറയുന്നു, ശത്രുക്കളിൽ നീ നിന്റെ ആഗ്രഹത്തെ നിവർത്തിച്ച് കാണാൻ പോകുകയാ. നീ ശത്രുക്കളിൽ നിന്റെ ആഗ്രഹം നിവർത്തിച്ച് കാണാൻ പോവാ. നിനക്ക് എഗനിസ്റ്റായി നിൽക്കുന്നവർ നിനക്ക് ഫേവറബിൾ ആയി, നിനക്ക് എഗനിസ്റ്റായി നിൽക്കുന്നവർ നിനക്ക് ഫേവറബിൾ ആയി, നിനക്ക് വിരോധമായി നിൽക്കുന്നവർ നിനക്ക് അനുകൂലമായി. ദമസ്കോസുകൾ ആവർത്തിക്കപ്പെടട്ടെ, ഓപ്പൺ ഹെവനുകൾ ആവർത്തിക്കപ്പെടട്ടെ. മരണത്തെ പൊളിക്കുന്ന വെളിപ്പാടുമായി, മരണത്തെ തകർക്കുന്ന ക്രൈസ്റ്റ് റെവലേഷനുമായി തെരുവുകളിൽ നിന്നും ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കേണ്ടതിനായി. അടച്ചിട്ട മുറിക്കകത്തല്ല, മാളിക മുറിക്കകത്ത് നിന്നല്ല, പ്രാർത്ഥനയുടെ സുതാര്യമായ അന്തരീക്ഷത്തിനകത്ത് നിന്നല്ല, തെരുവുകളിൽ നിന്നും, ഇവിടുത്തെ തെരുവുകളിൽ നിന്നും മരണത്തെ പൊളിക്കുന്ന വെളിപ്പാടുമായി മഹത്വത്തിന്റെ തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. Glory to Jesus. പൗലോസിനെ ദൈവം പുറത്തെടുത്തത് അടച്ചിട്ടൊരു മുറിയിലോ പ്രാർത്ഥനയുടെ സുതാര്യമായ അന്തരീക്ഷത്തിലോ ഒന്നുമല്ല, തെരുവിലാ മനുഷ്യനെ കർത്താവ് പുറത്തെടുത്ത്. പൗലോസ് ആ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ പൗലോസ് തന്നെ തൻ്റെ വായ് കൊണ്ട് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഗലേഷ്യൻസ് 1:16 അത് കാണാൻ പറ്റുന്നുണ്ട്. തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ജാതികളുടെ ഇടയിൽ അറിയിപ്പാൻ അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോൾ എനിക്ക് മുൻപേ അപ്പോസ്തലന്മാർ ആയവരുടെ അരികിലേക്ക് പോകാതെ ഞാൻ നേരെ അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി. തെരുവിൽ വെച്ച് ദൈവം പുറത്തെടുത്തവൻ അടുത്തൊരു 3.5 കൊല്ലം മരുഭൂമിയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഉലകത്തിൽ ആർക്കും കിട്ടാത്ത വെളിപ്പാടുമായിട്ടല്ല പൗലോസ് പുറത്തു വരുന്നത്. 3.5 വർഷം കൂടെ നടന്ന പത്രോസിനോ മറ്റിതര ശിഷ്യന്മാർക്കോ കിട്ടാത്ത ക്രിസ്തു വെളിപ്പാട് പൗലോസ് എവിടുന്നാ കിട്ടിയേ?
ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച ന്യായപ്രമാണത്തിന്റെ അറിവാണോ, പാണ്ഡിത്യമാണോ? പൗലോസ് പറയും അല്ല. സ്തോത്രം. ദമസ്കോസിന്റെ തെരുവിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവമഹത്വമുണ്ട്. അറേബ്യൻ മരുഭൂമിയിൽ മറ്റാരും കാണാത്തൊരു പ്രാർത്ഥനയുടെ പോർട്ടൽ എനിക്ക് വേണ്ടി തുറന്ന്, അറേബ്യൻ മരുഭൂമിക്കകത്ത് മറ്റാരും ഇല്ലാത്തൊരു അന്തരീക്ഷത്തിനകത്ത് സ്വർഗത്തിൽ പിതാവിൽ മാത്രം മറഞ്ഞിരുന്ന പുത്രനെ കുറിച്ചുള്ള രഹസ്യങ്ങളെ എനിക്ക് വെളിപ്പെടുത്തി തന്നൊരു ദൈവമുണ്ട്. ഇന്ന് ഞാൻ ആത്മമണ്ഡലത്തിൽ ചില അഭിഷക്തന്മാർക്ക് വേണ്ടി കൈമാറുകയാണ്. പിതാവിൽ മാത്രം മറഞ്ഞിരിക്കുന്ന പുത്രനെ കുറിച്ചുള്ള രഹസ്യങ്ങളെ, സഭയെ കുറിച്ചുള്ള രഹസ്യങ്ങളെ, അനാദി നിർണയം മുതൽ ആർക്കും വെളിപ്പെടുത്താത്ത അസാധാരണ വെളിപ്പാടിന്റെ കലവറയെ ഈ കാലഘട്ടത്തിൽ ആത്മാവ് അങ്ങേക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ആമേൻ പറഞ്ഞ്. കേട്ടുകേൾവിയില്ലാത്ത വെളിപ്പാടുകൾ, ഇന്ത്യൻ ചർച്ചിന് കേട്ടുകേൾവിയില്ലാത്ത വെളിപ്പാടുകളെ ദൈവത്തിന്റെ ആത്മാവ് കൈമാറാൻ പോകുക. എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞെടുത്തിന്ന് തന്നെ കർത്താവ് ഒരു തലമുറ എഴുന്നേൽപ്പിക്കാൻ പോവാ. ഞാൻ പകലിവിടെ പറഞ്ഞ ആശയം, പറഞ്ഞ വാക്യം ഒന്ന് ആവർത്തിക്കുകയാ. ഞാൻ ആ പഴഞ്ചൊല്ലിനെ നിർത്തലാക്കും. ഇസ്രായേലിൽ ഇനി അവരത് പഴഞ്ചൊല്ലായിട്ട് അത് ഉപയോഗിക്കുകയില്ല. ഒരു തലമുറ എഴുന്നേക്കില്ല, ഒരു പരിധിക്കപ്പുറം ഉയർന്നു പോകത്തില്ലെന്ന് പറഞ്ഞ് ചൊല്ലി പഴഞ്ചൊല്ലായി കിടക്കുന്ന ചില വാക്കുകളെ, വാചകങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്യാൻസൽ ചെയ്തിട്ട് ആരാധിക്കുന്ന അഭിഷക്തനെ അങ്ങയെ കൊണ്ട് ഇന്ത്യൻ റിവൈവലിനെ ചലിപ്പിക്കാൻ കഴിയത്തുള്ളെന്ന് തെളിയിച്ച് കാണിക്കുന്ന ഒരു ആത്മതലോ, ആരാധിക്കുന്ന കർത്തൃദാസിയെ നിങ്ങളെ കൊണ്ട് നിന്റെ ദേശത്തിന്റെ നടുവിൽ ഒരു ഉണർവ് ചലിക്കത്തുള്ളെന്ന് തെളിയിപ്പിക്കുന്ന ഒരു ദൈവമഹത്വത്തെ ആത്മാവി അന്തരീക്ഷത്തിനകത്ത് തുറക്കുമ്പോൾ സ്വീകരിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കൊടുത്തു. ഈ ആരാധന ചിലരുടെ ഡോറുകളെ തുറക്കാൻ പോകുകയാ. ഈ ആരാധന ചിലർക്ക് വേണ്ടി ആത്മമണ്ഡലത്തിന്റെ വാതിലുകൾ തുറക്കാൻ പോകുകയാ. ആർക്കും വെളിപ്പെട്ട് കിട്ടാത്ത ദൈവരാജ്യത്തിന്റെ വെളിപ്പാടുകളുടെ കലവറകളെ ദമസ്കോസിൽ വെച്ച് ദൈവം തൊടുന്നു. അറേബ്യൻ മരുഭൂമിയിൽ വെച്ച് ദൈവം നിറയ്ക്കുന്നു. പൗലോസിന്റെ മിനിസ്ട്രിയുടെ ആരംഭം അന്ത്യോക്യയുടെ ഉണർവാ. നമുക്കറിയാം, അന്ത്യോക്യയുടെ ഉണർവ് മുതൽ അടുത്തൊരു കാലഘട്ടം പൗലോസ് ബർണബാസ് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നു. സ്തോത്രം. പക്ഷെ ഒരു ഘട്ടം വരുമ്പോൾ ഈ ടീം പൊളിഞ്ഞു. മർക്കോസ് എന്ന ഒരുവനെ ചൊല്ലി പൗലോസും ബർണബാസും തമ്മിൽ ഉഗ്രവാദമുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണ്, 15-ന്റെ അവസാനം 16-ന്റെ ആരംഭം. മർക്കോസ് എന്ന ഒരുവനെ ചൊല്ലി ഇവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായി. ബൈബിൾ ഇങ്ങനെ എഴുതി, പൗലോസ് ബർണബാസ് മർക്കോസിനെയും കൂട്ടി കുപ്രസ് ദ്വീപിലേക്ക് പോകുന്നു. പൗലോസ് തനിച്ചാകുന്നു. കണ്ടോ, കൂടെ കൈതട്ടിയവൻ, കൂടെ ആരാധിച്ചവൻ, കൂടെ മിനിസ്ട്രി ആരംഭിച്ചവൻ, ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് കൂടെ നിന്നവൻ ടീം പൊളിച്ച്, സ്തോത്രം, ഒരു ഗ്രൂപ്പുമായിട്ട് അടുത്ത മീറ്റിംഗ് അല്ലെങ്കിൽ അടുത്ത സംവിധാനങ്ങൾ ആരംഭിക്കുമ്പോൾ നിയോഗമുള്ള അഭിഷക്തൻ തനിച്ചായി. ബൈബിൾ ഇങ്ങനെ എഴുതി, പൗലോസ് ശീലാസിനെ തിരഞ്ഞെടുക്കുന്നു. പിന്നത്തേതിൽ തീമത്യോസ് അവരുമായിട്ട് കണക്റ്റ് ആകുന്നു. അടുത്തൊരു ഘട്ടം ദൈവാത്മാവ് അവരെ നിയന്ത്രിക്കാൻ തുടങ്ങി. ആസയിൽ വചനം പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് വിലക്കി. ബിഥുന്യയ്ക്ക് പോകാൻ യേശുവിൻ്റെ ആത്മാവ് സമ്മതിച്ചില്ല. ഇവർ പല പട്ടണങ്ങളിൽ പോകുന്നുണ്ട്, പക്ഷെ ഷെഡ്യൂൾ മുഴുവൻ പൊളിഞ്ഞു. ഒടുവിൽ ഇതാ മുസ്യ കടന്ന് ത്രോവാസിലെത്തിയപ്പോൾ പൗലോസിനൊരു മയക്കം. ഉറക്കത്തിലൊരു സ്വപ്നം കാണുകയാ. മക്കദോനിക്കാരനായ ഒരു പുരുഷൻ തൻ്റെ അരികിൽ ഇറങ്ങി നിന്നുകൊണ്ട് ഉറക്കത്തിനകത്തൊരു ക്ഷണനം കൊടുക്കുകയാ, നീ ഞങ്ങളുടെ ദേശത്തേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കണം. കണ്ടോ, കൂടെ നിന്നവൻ വഴിമാറിപ്പോകുമ്പോൾ, കൂടെ നിന്ന ടീം തകരുമ്പോൾ തനിച്ചു നിൽക്കുന്ന അഭിഷക്തന് വേണ്ടി ഇതുവരെ തുറക്കാത്തൊരു വാതിൽ കർത്താവ് അത്ഭുതകരമായി തുറക്കുക. എന്തിനാ കർത്താവേ ആസിയയുടെ വാതിൽ അടച്ച്? എന്തിനാ കർത്താവേ ബിഥുന്യയുടെ വാതിൽ അടച്ച്? എന്തിനാ കർത്താവേ മുസ്ലിം ത്രോവാസും അടച്ചു കളഞ്ഞത്? കർത്താവിനൊരു മറുപടിയുണ്ട്. ഇത്രയും വാതിലുകൾ, ഇതുവരെ ഷെഡ്യൂൾ ചെയ്ത സകല ഷെഡ്യൂളുകളും ഞാൻ പൊളിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ഇതിനപ്പുറം ഒരു മാസിഡോണിയയുടെ ഡോർ തുറക്കാൻ വേണ്ടിയാ. ചില അഭിഷക്തന്മാരുടെ ദൈവാത്മാവ് ഇടപെടുകയാ. അടഞ്ഞുപോയതിനെ ഓർത്ത് ഭാരപ്പെടണ്ട. അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ചില വാതിലുകളെ ഈ മാസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുകയാണ്. ദൈവമായിട്ടാണ് ഒന്ന് അടച്ചതെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠകരമായ വാതിലിനെ തുറക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് ഈ 5-ാമത്തെ രാത്രി ആലയത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ചില മാസിഡോണിയൻ ഡോറുകൾ തുറക്കട്ടെ. പ്രൊഫറ്റിക് ഡ്രീമുകൾ ഓപ്പൺ ആകട്ടെ. രാജ്യങ്ങളെ അൺലോക്ക് ചെയ്യുന്ന, കോണ്ടിനെന്റലുകളെ അൺലോക്ക് ചെയ്യുന്ന പ്രൊഫറ്റിക് ഡ്രീമുകൾ.
ജയം 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 ജയം. വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്തേ. എന്റെ ദൂത് ഇവിടെ ഒന്നുമല്ല. സ്തോത്രം. ഇത് പ്രൊഫറ്റിക്കലി കർത്താവ് ചില ഏറികൾ തൊടുക. മനുഷ്യരിറങ്ങി നിന്ന് ടീം പൊളിച്ച്, മനുഷ്യരിറങ്ങി നിന്ന് കൂട്ടായ്മകൾ പൊളിച്ചും പൊട്ടിച്ചും അടുത്ത സംവിധാനങ്ങൾ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ നിയോഗത്തിനകത്ത് നിൽക്കുന്ന, ദൈവിക പദ്ധതികൾക്കകത്ത് നിൽക്കുന്ന അഭിഷക്തന്മാർക്ക് വേണ്ടി തീർന്നു എന്ന് പറഞ്ഞെടുത്തിന്ന് അത്ഭുതകരമാകുന്ന വാതിലുകളെ തുറക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വത്തെയാ കർത്താവ് തമ്പുരാൻ ഇതിനകത്ത് കൈമാറുന്നത്. പൗലോസേ, ദൈവത്തിന് അങ്ങയോട് മൗനമായി പറയാനൊരു ദൂതുണ്ട്. ദമസ്കോസിന്റെ തെരുവിലിട്ട് നിന്നെ പുറത്തെടുത്തത് ഞാനാ. അറേബ്യൻ മരുഭൂമിക്കകത്ത് വെളിപ്പാടുകൾ കൈമാറിയത് ഞാനാ. ആരും കാണാതെ തർസീസിലെ ഒരു വീടിനകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അന്ത്യോക്യയിലെ ഉണർവിലേക്ക് നിന്നെ കണക്ട് ചെയ്തത് ഞാനാ. വിളിച്ചത് ഞാനാണെങ്കിൽ വിളിച്ചത് വഴിയിൽ ഉപേക്ഷിക്കാനല്ല. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുകയാ. വിളിച്ചത് വഴിയിൽ ഉപേക്ഷിക്കാനല്ലെന്ന്, വിളിച്ചത് വഴിയിൽ ഇട്ടു പോകാനല്ലെന്ന്, അടഞ്ഞു പോയതിനേക്കാൾ ശ്രേഷ്ഠകരമാകുന്ന വാതിലുകളെ അത്ഭുതകരമായി തുറക്കാൻ കഴിയുന്ന എന്തോ പട്ടണത്തിന്റെ വാതിൽ കർത്താവ് തുറക്കാൻ പോകയാ. ബർന്നബാസുമാർ വഴി മാറിപ്പോയാൽ, ബർന്നബാസുമാർ റൂട്ട് മാറിപ്പോയാൽ, വിളിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയെ നിൽക്കുന്ന ഇടത്തിൽ നിന്ന് തന്നെ അത്ഭുതകരമായി മാസിഡോണിയ തുറക്കുന്നു. ഏഷ്യ അടഞ്ഞു, യൂറോപ്പ് തുറന്നു. ഈജിയൻ കടൽ കടന്ന് മക്കതോനിയയിലേക്ക് എത്തുന്ന പൗലോസിന് ആദ്യം തുറന്ന പട്ടണം ഫിലിപ്പിയ, 2 തെസ്സലോനിക്ക, 3 ബെരോവ, 4 അഥേന. സ്തോത്രം. 5ാമത്തെ പട്ടണമാ കോരിന്ത്. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ തുടങ്ങുന്ന 2ാം മിഷണറി യാത്ര 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതി, അനന്തരം അവർ അഥേന വിട്ട് കോരിന്തിലെത്തി. കോരിന്ത് പോലൊരു സിറ്റിക്കകത്ത് സുവിശേഷത്തിൻ്റെ ശക്തി വ്യാപിക്കാനോ ഒരു തലമുറ എഴുന്നേൽക്കാനോ സഭ പ്രബലപ്പെടാനോ സാധ്യതയില്ലാതെ അങ്ങനെ നിൽക്കുന്ന ഒരു പട്ടണത്തിനകത്ത് സുവിശേഷത്തിൻ്റെ മഹത്വം വ്യാപരിക്കാൻ തുടങ്ങി. എഫെസോസിൽ അർത്തമീസിനെ പോലെ കോരിന്തിൽ അഫ്രോഡൈറ്റ് എന്ന് പറയുന്ന ഒരു ദേവീ ശക്തി പ്രബലമായി നിൽക്കുക. ആ ദേശത്തിലെ യൗവനക്കാരെ പാപത്തിനകത്ത് രസിപ്പിക്കുന്ന ഒരു സ്പിരിറ്റ്. സ്തോത്രം. പാപം ചെയ്യാൻ ലൈസൻസ് ഉള്ളൊരു പട്ടണം. സുവിശേഷത്തിൻ്റെ ശക്തി വ്യാപിക്കാനോ സഭ ഉണർന്നു വരാനോ സാധ്യതയില്ലാത്തൊരു പട്ടണത്തിനകത്ത് ആർക്കും കിട്ടാത്ത വെളിപ്പാട്, ആരും പ്രാപിക്കാത്ത നിയോഗവുമായി സ്തോത്രം പല പട്ടണങ്ങൾ യാത്ര ചെയ്ത് കോരിന്തിലേക്ക് പൗലോസ് വരുമ്പോൾ പൗലോസിനോട് ദൈവത്തിന് മൗനമായി പറയാനൊരു ദൂതുണ്ട്. ഇവിടെ എത്തിച്ചത് ഞാനാണെങ്കിൽ ഇവിടെ ഒരു തലമുറ എഴുന്നേക്കും. ഈ സിറ്റിക്കകത്ത് ഇങ്ങനെ ഒരു സാഹചര്യം വരെ കൊണ്ടുവന്ന് നിർത്തിയത് ദൈവമാണെങ്കിൽ ആത്മാവ് ഇടപെടുകയാണ്. മറ്റൊരു ദേശത്തും നടക്കാത്തൊരു ഭയങ്കര ചലനത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദേശത്ത് ചലിപ്പിക്കാൻ പോകുകയാണ്. എവിടുന്നൊക്കെ യാത്ര തുടങ്ങി, ഏതൊക്കെയോ സാഹചര്യത്തിലൂടെ യാത്ര ചെയ്ത് ഇന്ന് ഈ സാഹചര്യം വന്ന് എത്തി നിൽക്കുന്ന അഭിഷക്തനെ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുകയാണ്. ഇപ്പോൾ അങ്ങ് നിൽക്കുന്ന മേഖലകളുടെ അകത്ത് ഇതുവരെ ചലിക്കാത്തൊരു ചലനത്തിന്, ഇതുവരെ ഉണ്ടാകാത്തൊരു മൂവ്മെന്റിന്, ഇതുവരെ വെളിപ്പെടാത്തൊരു ദൈവമഹത്വത്തെ വെളിപ്പെടുത്തേണ്ടതിനായി കോരിന്ത് സിറ്റിയെ ആത്മാവ് പിടിച്ചതുപോലെ ഞാനൊരു വാക്കെന്റെ കാതിൽ കേൾക്കുക. മഹത്വം പട്ടണത്തെ ഹൈജാക്ക് ചെയ്യാൻ പോകുകയാ. പ്രസംഗം കൊണ്ട് നടക്കാത്തത്, പാട്ടുകൊണ്ട് നടക്കാത്തത്, പ്രബോധനം കൊണ്ട് നടക്കാത്തത്, ഉപദേശം കൊണ്ട് നടക്കാത്തത്, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഗ്ലോറി സിറ്റിക്കകത്തേക്ക് വ്യാപരിക്കാൻ പോകുകയാ. ആലയത്തിനകത്ത് വെളിപ്പെട്ടു വരുന്ന ഗ്ലോറി ഈ സിറ്റിക്കകത്തേക്ക് വ്യാപരിച്ച് ഗ്ലോറി സിറ്റിയെ ഹൈജാക്ക് ചെയ്യും. നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വരുന്ന ഗ്ലോറി പ്രാർത്ഥനാ മുറി വിട്ട് പട്ടണത്തിനകത്തേക്ക്. ഭാരത സഭയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ കാബോദിനെ ഈ കാബോദുകൾ കാബോദാകുന്ന ഒരു കാലഘട്ടം, ഈ കാബോദുകൾ കാബോദാകുന്ന ഒരു കാലഘട്ടം, പോയ മഹത്വത്തെ തിരിച്ചു പിടിക്കുന്ന ഒരു തലമുറ, നഷ്ടപ്പെട്ടു പോയ മഹത്വത്തെ തിരിച്ചു പിടിക്കുന്ന ഒരു തലമുറയെ. അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെ പ്രാർത്ഥിച്ചു. ഇന്ത്യൻ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഗ്ലോറിയെ തിരിച്ചു പിടിക്കുന്ന ഒരു മഹാനിയോഗത്തെ, പ്രാർത്ഥനയുടെ മഹത്വം തിരികെ വരാൻ പോവാ, ആരാധനയുടെ മഹത്വം തിരികെ വരാൻ പോകയാ, പ്രവചനത്തിന്റെ മഹത്വം തിരികെ വരാൻ പോകയാ. സഭയുടെ മഹത്വത്തെ തിരിച്ചു പിടിക്കാൻ കോരിന്ത് സിറ്റിക്കകത്തേക്ക് ഗോസ്പൽ സ്പ്രെഡ് ആകുക. ഇത് വ്യാപിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പട്ടണത്തിനകത്തേക്ക് അത്ഭുതകരമായിട്ട് അത് വ്യാപിക്കാൻ തുടങ്ങി. സ്തോത്രം സ്തോത്രം സ്തോത്രം. വീടുകൾ തുറന്നു വരാൻ തുടങ്ങി.
പട്ടണങ്ങൾ തുറന്നു വരാൻ തുടങ്ങി. പട്ടണം സഭയാകുന്ന ഒരു ആത്മതല അവിടെ വെളിപ്പെട്ടു. ഞാൻ എന്തോ ഈ ചർച്ചിനെ നോക്കി ആത്മാവിൽ വിളംബരം ചെയ്യുന്നു. പട്ടണത്തിലെ മറ്റെല്ലാ സഭകളും പോലൊരു സഭയല്ല, പട്ടണത്തെ സഭയാക്കുന്ന ഒരു വിളി. സിറ്റിക്കകത്ത മറ്റെല്ലാ ചർച്ചിന്റെ സിറ്റിയുടെ ലിസ്റ്റ് എഴുതുമ്പോൾ, ചർച്ചിന്റെ ലിസ്റ്റ് എഴുതുമ്പോൾ സിറ്റിയിലെ മറ്റൊരു ചർച്ച് പോലെയല്ല, സിറ്റിയെ ചർച്ചാക്കാൻ, പട്ടണത്തെ സഭയാക്കാൻ, പട്ടണത്തെ സഭയാക്കാൻ. നീ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, നീ ജോലി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, നീ നടന്നു പോകുന്ന തെരുവുകളിൽ ദൈവമഹത്വത്തെ ചലിപ്പിക്കേണ്ടതിനാണ്. സാധ്യതയില്ലാത്തൊരു സിറ്റിക്കകത്തേക്ക് ഗോസ്പൽ സ്പ്രെഡ് ആകുക, ഇടിച്ചു കയറി, സ്തോത്രം, അവിടെ വലിയ മൂവ് നടക്കുക. പിന്നത്തേതിൽ ആ ചർച്ചിന് പൗലോസ് ഒരു ലെറ്റർ എഴുതുമ്പോൾ, സത്യത്തിൽ ഈ ലേഖനത്തിന്റെ 15-ാം അധ്യായം മരിച്ചവരുടെ പുനരുദ്ധാനത്തിന്റെ റെവലേഷനാ. സ്തോത്രം. ഇത് എഴുതി വരുന്ന കൂട്ടത്തിൽ ഒരു പ്രവചന ശബ്ദം പോലെ ഒരൊറ്റ വാചകത്തിനകത്ത് സുവിശേഷത്തിന്റെ ആകത്തുക, അങ്ങനെ വേണേൽ പറയാം, സുവിശേഷത്തിന്റെ ആകത്തുക ഒറ്റ വാക്യത്തിൽ എഴുതിയാൽ എന്താകും? അത് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുക, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ആദമിന്റെ ലംഘനം മാനവകുലത്തിന്റെ മുഴുവൻ മരണത്തിന് കാരണമായെങ്കിൽ, ഒന്നാമത്തെ ആദം ആ ലംഘന നിമിത്തം മാനവകുലത്തെ മരണത്തിലേക്ക് നയിച്ചുവെങ്കിൽ, ഒടുക്കത്തെ ആദം ആകുന്ന യേശുവിന്റെ അനുസരണ നിമിത്തം മുഴുമാനവകുലവും ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് റോമാലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസിന്റെ ഒരു പ്രയോഗമുണ്ട്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ക്രിസ്തുവിൻ്റെ ജീവൻ ഇതിനകത്ത് പ്രവേശിക്കട്ടെ. ഗ്ലോറി അൺ ടു ദ നെയിം ഓഫ് ജീസസ്. ഇതിനെ ഉറപ്പിക്കുന്ന ഒരു പ്രവചനമല്ലേ യെശയ്യാവ് 700 വർഷങ്ങൾക്ക് പിറകിൽ എഴുതിയിരിക്കുന്നത്. അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കും. നമ്മുടെ പ്രാർത്ഥനയെ ആ ഒരു മേഖലയിൽ കർത്താവ് നിറയ്ക്കാൻ പോകുക. നമ്മൾ വായിക്കുന്ന വചനം, നമ്മുടെ അകത്ത് ക്രിയ ചെയ്യുന്ന വചനം, നമ്മുടെ പ്രയർ റൂമിനകത്ത് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചില മരണത്തിന്റെ സ്വാധീനത്തെ എന്നേക്കുമായിട്ട് തകർത്ത് മാറ്റാൻ പോകുക. മരണത്തിന് വിധി എഴുതിയതിനെ ക്രിസ്തുവിന്റെ ജീവനിലേക്ക് നയിക്കുന്ന അസാധാരണമാകുന്ന ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. പണ്ടൊരിക്കൽ യെശയ്യാ എന്ന പ്രവാചകൻ, സ്തോത്രം, ഹിസ്കിയാ രാജാവിൻ്റെ അരികിലേക്ക് വന്ന് പറയുന്ന ഒരു ദൂതുണ്ട്. സത്യത്തിൽ ആ ദൂത് ഭയങ്കര ഷാർപ്പാ. യെശയ്യാവ് 38-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. എന്നെ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ വായിക്കാം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. സത്യത്തിൽ പേടിപ്പിക്കുന്നൊരു ദൂതാ പറഞ്ഞ്, സ്തോത്രം, കറപ്ഷന്റെ ദൂതാ പറഞ്ഞ് ഗ്രഹകാര്യം ക്രമത്തിലാക്കണം. പക്ഷെ ഹിസ്കിയാവ് ചെയ്ത എന്താണെന്നറിയാമോ? മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ 3-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥനയുടെ ആശയം പിടികിട്ടും. സത്യത്തിൽ യെശയ്യാവ് പറഞ്ഞത് ഗ്രഹകാര്യം ക്രമത്തിലാക്കണം എന്ന് പറഞ്ഞാൽ ഓർഡർ ആക്കേണ്ട ചില മേഖലകളെ ഡിവൈൻ ഓർഡറിലേക്ക് കൊണ്ടുവരണം. ചിലത് ക്രമം തെറ്റിക്കിടക്കുക, ക്രമപ്പെടുത്തണം. എന്നാൽ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥനയുടെ പാറ്റേൺ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അയ്യോ യഹോവേ, യെശയ്യാവ് 38:3. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടക്കുന്നു, നിനക്ക് പ്രസാദമായതുള്ളൂ ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് 3 പദം കണ്ടോ? എന്നെ ശ്രദ്ധിക്കണേ. ദൂത് വെളിപ്പെട്ടത് ഗ്രഹകാര്യം ക്രമത്തിലാക്കണമെന്നാ. പക്ഷെ ആ ദൂതിന്റെ മുമ്പിൽ അഭിഷക്തം പ്രാർത്ഥിക്കുമ്പോൾ മുഖം ചുവരിനോട് തിരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ഹിസ്കിയാവ് ദൈവത്തോട് പറയുന്ന 3 വാക്കുകൾ, സ്തോത്രം, 1 ഞാൻ വിശ്വസ്തയോടെ, 2 ഏകാഗ്ര ഹൃദയത്തോടെ, 3 നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു. ഹിസ്കിയാവിൻ്റെ ജീവിതത്തിലെ സാക്ഷ്യം കണ്ടോ നിങ്ങൾ? 1 അദ്ദേഹം വിശ്വസ്തനായിരുന്നു, ദൈവത്തോട്
ദൈവവചനത്തോട്, ദൈവമാക്കി വെച്ച പദവിയോട്, ദൈവം തന്നെ ആക്കി വെച്ച കുടുംബത്തോട് പല നിലകളിൽ, പല ഏറികളിൽ ആ ദൈവമനുഷ്യൻ വിശ്വസ്തനായിരുന്നു. 2, ഏകാഗ്രഹൃദയനായിരുന്നു. 3, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നയാളായിരുന്നു. ദൂത് വെളിപ്പെട്ടത് കുറവിൻ്റെ ദൂതാ. സ്തോത്രം. കാലഘട്ടത്തിൻ്റെ പ്രവാചകൻ, ആ സീസണിൽ അസാധാരണമായ നിയോഗത്തോടെ ഉപയോഗിക്കപ്പെട്ട പ്രവാചകൻ കുറവിൻ്റെ ദൂത് വെളിപ്പെടുത്തുമ്പോഴും ഹിസ്കിയാവ് ചുവരിൻ്റെ നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഞാൻ വിശ്വസ്തനാ, ഞാൻ ഏകാഗ്ര ഹൃദയത്തോടെ തിരുമുമ്പിൽ നടന്നവനാ, നിനക്ക് പ്രസാദമുള്ള ചെയ്തയാളാ ഞാൻ. സ്തോത്രം. ആ പ്രാർത്ഥനയുടെ പവർ കണ്ടോ? നിങ്ങൾക്കറിയാമോ, ചുവരിൻ്റെ നേരെ തിരിഞ്ഞ് ഹിസ്കിയാവ് ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഇറങ്ങി വന്നില്ലേ? ആഹാസിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയ നിഴലിനെ 10 പടി പിന്നോക്കം ദൈവം കറക്കിയില്ലേ? വചനം ഇങ്ങനെ എഴുതി, ആഹാസിന്റെ ഘടികാരം തിരികെ കറങ്ങി. ആയുസിൽ ഇതുവരെ ഒരുത്തന്റെ മുമ്പിൽ തിരിച്ചു കറങ്ങാത്ത ആഹാസിന്റെ ഘടികാരത്തെ തിരിച്ചു കറക്കുന്ന ഒരു പ്രാർത്ഥനയല്ലേ ഹിസ്കിയാവ് അവിടെ പ്രാർത്ഥിച്ചത്? ഇന്ന് രാത്രി ആത്മാവ് ചിലർക്ക് നിയോഗത്തോടെ കൈമാറുകയാ. ദൈവസന്നിധിയിൽ അങ്ങനെ ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയ നിന്റെ സമയത്തെ മടക്കി തരേണ്ടതിനായി, ആയുസിനകത്ത് നഷ്ടപ്പെട്ടു പോയ സീസണുകളെ മടക്കി തരേണ്ടതിനായി ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് വെളിപ്പെട്ടു വരുന്നുണ്ട്. എനിക്കുള്ള ദൂതാണെന്ന് വിശ്വസിക്കാൻ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മനിറവോടെ ദൈവത്തിന് ആരാധന കൊടുത്തു. നിന്റെ സീസണുകളെ. ഹിസ്കിയാവിന്റെ പ്രാർത്ഥന ചുവരിന് നേരെ തിരിഞ്ഞുള്ള പ്രാർത്ഥനയാ. ഞാൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, ആ ചുവരിന് നേരെ തിരിഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഒരുപക്ഷെ ആ ഘടികാരത്തിലായിരിക്കും ആ മനുഷ്യന്റെ കണ്ണു പതിഞ്ഞ്. നിങ്ങളുടെ വീടിന്റെ ചുവരുകളിൽ ഘടികാരം, ക്ലോക്കില്ലേ? 3 സൂചികളാ ഉള്ളേ. സ്തോത്രം. ക്ലോക്കിന്റെ സൂചിയുടെ പ്രത്യേകത ഇത് മുന്നോട്ടേ കറങ്ങത്തുള്ളൂ. കഴിഞ്ഞ മിനിറ്റ് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ഈ ലോകത്തിലെ എന്തും നമുക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ആരോഗ്യം തിരിച്ചു കിട്ടും, സമ്പത്ത് തിരിച്ചു കിട്ടും, പദവികൾ തിരിച്ചു കിട്ടും. പക്ഷെ നഷ്ടപ്പെട്ടു പോയ കഴിഞ്ഞ മിനിറ്റ് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. സ്തോത്രം. എന്നാൽ ഹിസ്കിയാവ് ചുവരിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ചുവരിലല്ലേ ഘടികാരം, ക്ലോക്ക് സെറ്റ് ചെയ്തിരിക്കുന്നേ? ഞാൻ ആത്മാവിൽ വെളിപ്പാടിൽ അത് കൈമാറുകയാ. സ്തോത്രം. ചുവരിൽ കിടക്കുന്ന ആഹാസിന്റെ ഘടികാരത്തെ നോക്കി, സ്തോത്രം, ആത്മനിയോഗത്തോടെ ഹിസ്കിയാവ് പ്രാർത്ഥിക്കുകയാ, ഞാൻ വിശ്വസ്തനായിരുന്നു. സ്തോത്രം. ഞാൻ ഏകാഗ്ര ഹൃദയമുള്ളവനായിരുന്നു. സ്തോത്രം. നിനക്ക് പ്രസാദമായിട്ടുള്ളത് ചെയ്തയാളാ ഞാൻ. എൻ്റെ നഷ്ടപ്പെട്ട സമയത്തെ മടക്കിത്തരണമെന്ന് പറഞ്ഞപ്പോൾ ലോകത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ തിരിച്ചു കറങ്ങാത്ത ക്ലോക്ക് 1 അല്ല 2 അല്ല 10 പടി പിന്നോക്കം കറങ്ങിയെങ്കിൽ ഇന്ന് ചില ദൈവമക്കളുടെ ആത്മാവ് ഇടപെടുകയാ. വർഷങ്ങൾക്ക് പിറകിൽ നഷ്ടപ്പെട്ടു പോയ സമയത്തെ ഇന്ന് രാത്രി ആരാധനാ മധ്യേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മടക്കി തരാൻ പോകയാ. ലോകത്തിന് തരാൻ കഴിയാത്ത, ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് തരാൻ കഴിയാത്ത നിന്റെ നഷ്ടപ്പെട്ട ടൈമിനെ, നഷ്ടപ്പെട്ട സീസണുകളെ മടക്കി തരാൻ കഴിയുന്ന ഘടികാരങ്ങൾ റിവേഴ്സ് കറങ്ങുന്നു. ഘടികാരങ്ങൾ റിവേഴ്സ് കറങ്ങുന്നു. വാഗ്ദത്തത്തിന്റെ ഘടികാരങ്ങൾ, ആയുസിന്റെ ഘടികാരങ്ങൾ. ഇന്ന് രാത്രികാല പ്രാർത്ഥനയുടെ 5ാമത്തെ രാത്രി അതിനെ പിന്നോക്കം കറക്കാൻ, ടൈമുകളെ തിരിച്ചു പിടിക്കാൻ, 2002 ആരോഗ്യത്തെ കർത്താവ് ഇപ്പൊ തിരിച്ചു തരിക. 80കളിലെ ആരോഗ്യത്തെ കർത്താവ് ഇപ്പൊ മടക്കി തരിക. യേശുവിന്റെ നാമത്തിൽ 20-30 വർഷം രോഗം കവർന്നോണ്ട് പോയ നിന്റെ ഹെൽത്തിനെ കർത്താവ് ഇത് മടക്കി തരികയാ. BP കൊണ്ടുപോയത്, ഡയബറ്റിക് കൊണ്ടുപോയത്, ആർത്രൈറ്റിസ് കൊണ്ടുപോയത്, തൈറോയിഡ് കൊണ്ടുപോയ ആരോഗ്യത്തെ, തൈറോയിഡ് പിടിച്ചെടുത്ത മരണത്തെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ആരാധനയ്ക്കകത്ത് തിരിച്ചു പിടിക്കുന്ന ആരോ ഇതിനെ സ്വീകരിക്കുന്നു. ആരോ ഇതിനെ ആത്മതലത്തിൽ സ്വീകരിക്കുന്നു. വർഷങ്ങളായി നിങ്ങളുടെ ശരീരത്തിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയ ആരോഗ്യത്തെ ഈ വചനത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മടക്കി തരാൻ പോകയാ. ഹിസ്കിയാവ് ആ ചുവരി നോക്കിയപ്പോൾ ആ ഘടികാരത്തിലല്ല കണ്ണു പതിഞ്ഞേ. സ്തോത്രം. ദൈവത്തോട് ചോദിച്ചത് എന്റെ നഷ്ടപ്പെട്ട ടൈമിനെ തിരിച്ചു തരണമെന്നല്ലേ? ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? എന്റെ നഷ്ടപ്പെട്ട സമയത്തെ മടക്കി തരണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി യോവേൽ പ്രവാചകന്റെ ദൂത് ഇന്ന് ശക്തമായിട്ട് വെളിപ്പെട്ട് വരാൻ പോകയാ. തുള്ളനും വെട്ടിക്കിളിയും വെട്ടിലും പച്ചപ്പുഴും ഒക്കെ തിന്ന് ശേഷിപ്പിച്ച സംവത്സരങ്ങൾക്ക് വേണ്ടി അതിനെ മടക്കിത്തരാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹത്വം ആത്മമണ്ഡലത്തിൽ ഇതിനകത്ത് തുറന്നു വരുന്നുണ്ട്. കോവിഡ് വന്നു കൊണ്ടുപോയതിനെ ദൈവസഭയോട് ആത്മാവ് പ്രവചിക്കുന്നു. കോവിഡ് വന്നു കൊണ്ടുപോയതിനെ ഇരട്ടിയായി 4 ഇരട്ടിയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് മടക്കി തരാൻ പോയ.
ഈ ബിൽഡിങ്ങിനോ ഈ ഹോളിനോ താങ്ങാൻ പറ്റാത്ത ഇവിടുത്തെ അനർത്ഥങ്ങൾ, ദുരന്തങ്ങൾ വന്ന് കൊണ്ടുപോയ ആത്മാക്കളെ ഈ സീസണിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മടക്കി തരുന്നു. ചില സൻഹെരീബുമാരെ തകർക്കേണ്ടതിനായി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് ഹിസ്കിയാവെ അങ്ങയുടെ മേൽ ദൈവമിട്ടിരിക്കുന്ന പ്രോജക്റ്റുകളെ ഉറപ്പിക്കേണ്ടതിനായി, അടുത്ത 15 വർഷത്തേക്ക് ഈ പ്രോജക്റ്റിനെ ഉറപ്പിക്കേണ്ടതിനായി വിരോധമായി വെല്ലുവിളിക്കുന്ന അശൂർ സാമ്രാജ്യത്തെയോ അശൂർ രാജാവിനെയും തകർത്തു മാറ്റേണ്ടതിനായി പാളയത്തിനകത്തേക്ക് ദൈവത്തിന്റെ ഏഞ്ചൽസ് ഇറങ്ങി വന്ന് അങ്ങേക്ക് ചെയ്യാൻ കഴിയാത്ത യുദ്ധത്തെ ആത്മതലത്തിൽ ചലിപ്പിക്കേണ്ടതിനായി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് വരാൻ പോയാ ഞാൻ എന്റെ സഭയെ പണിയും. മരണം വഴി മാറി ഒറ്റ പ്രാർത്ഥന വെളിപ്പെട്ട് വന്ന ദൂതിന്റെ മുമ്പിൽ ഹിസ്കിയാവ് തന്നെത്താൻ സമർപ്പിച്ച് ചുവരിന് നേരെ മുഖം തിരിച്ച് പ്രാർത്ഥിച്ച ഒരൊറ്റ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്കകത്ത് ആഹാസിന്റെ ഘടികാരം തിരികെ കറങ്ങി. സ്തോത്രം. സൂര്യഗതി അനുസരിച്ച് ആ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയ നിഴലിനെ 10 പടി പിന്നോക്കം പിടിച്ചു. ഈ ലോകത്തിന്റെ ടൈം സൂര്യനെ ബേസ് ചെയ്ത, സൂര്യന് ചുറ്റും ഭൂമി ഒരു പ്രത്യേക ഭ്രമണപഥത്തിൽ സ്തോത്രം ഇങ്ങനെ ചുറ്റി വരുമ്പോൾ അതിനെ അനുസരിച്ച ടൈം സെറ്റ് ചെയ്യുന്ന ലോകത്തിന്റെ ടൈം. സ്തോത്രം. എന്നാൽ ഞാൻ എന്ന് പറയുന്നു, നമ്മുടെ സമയം ഈ സൂര്യനെ ബേസ് ചെയ്തല്ല. സൂര്യന് വെളിച്ചം കൊടുക്കുന്നൊരു വെളിച്ചമുണ്ട്, സൂര്യന് വെളിച്ചം കൊടുക്കുന്നൊരു പ്രകാശമുണ്ട്. ഹാലലൂയ. അവിടുന്നാണ് നമ്മുടെ സമയം വെളിപ്പെട്ട് വരുന്നതെങ്കിൽ, പണ്ട് ആത്മാവ് ഇങ്ങനെ എഴുതിയില്ലേ, ഇനി പകൽ നേരത്ത് നിനക്ക് വെളിച്ചം തരുന്നത് സൂര്യനല്ല, രാത്രി നിന്റെ നിലാവട്ടം ചന്ദ്രനുമല്ല, യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് കർത്താവിന്റെ അരുളപ്പാടാണിത്. ചുവരിന് നേരെ മുഖം തിരിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങേക്ക് വേണ്ടി സൂര്യന്റെ നിഴല് പതിഞ്ഞ 10 പടിയെ പിന്നോക്കം കറക്കി ആയുസിനെ 15 കൊല്ലം മുന്നോട്ട് ചലിപ്പിക്കേണ്ടതിനായി ഹിസ്കിയാവിന്റെ മരണക്കെട്ടിനെ അന്ന് ആത്മാവ് അവിടെ പൊട്ടിച്ചു മാറ്റിയെങ്കിൽ ചില വീടുകളുടെ അകത്ത് അകാരണമായി ഉയർന്നു നിൽക്കുന്ന മരണത്തിന്റെ സ്വാധീനത്തെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തകർത്തു മാറ്റുകയാ. ആ പ്രയർ അനോയിന്റിംഗ് ലെറ്റ് ബി ഓപ്പൺ ആകട്ടെ, അത് തുറന്നു വരട്ടെ. ആ പ്രാർത്ഥനയുടെ അഭിഷേകം കേട്ട ദൂതിന്റെ മുമ്പിൽ നിരാശയോടെ ഇരിക്കാതെ, വെളിപ്പെട്ട് നിന്ന സാഹചര്യത്തിന്റെ മുമ്പിൽ നിരാശയോടെ ഇരിക്കാതെ, ആ സാഹചര്യത്തിന്റെ നടുവിൽ നിവർന്നു നിന്ന് പ്രാർത്ഥിച്ച ആക്സിഡന്റൽ സ്പിരിറ്റുകൾ, സൂയിസൈഡ് സ്പിരിറ്റുകൾ, പലതരത്തിലുള്ള അഡിക്ഷനുകൾ യേശുവിന്റെ നാമത്തിൽ സിറ്റി വിട്ടുപോട്ടെ. ആത്മാവിൽ ഞങ്ങൾ അതിനെ വൈപ്പ് ഔട്ട് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഭാരതത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്നും പിശാചിന്റെ സകല പ്രോജക്റ്റുകളെയും ദൈവസഭ ഒരുമിച്ച് ആത്മമണ്ഡലത്തിൽ അതിനെ വൈപ്പ് ഔട്ട് ചെയ്യുന്നു, ആത്മതലത്തിൽ അതിനെ തുടച്ചു മാറ്റുന്നു. ഇനി അത് ഒരെണ്ണത്തെ പോലും തൊടാതെ വണ്ണം. മരണത്തെ ജയിക്കുന്ന തലമുറ. സ്തോത്രം. അങ്ങനെ ടൈമിനെ മടക്കി തരാൻ പോവാ. ഒരു ക്ലോക്കിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്തെ, ലോക ചരിത്രത്തിൽ ഇതുവരെ റിവേഴ്സ് ഓടാത്ത ക്ലോക്ക് ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയുടെ മുമ്പ് റിവേഴ്സ് ഇറങ്ങി. 1 അല്ല 10 പടി പിന്നോക്കം കറങ്ങി. സ്തോത്രം. 15 കൊല്ലം മുന്നോട്ട് വർദ്ധിക്കുകയാ. ടൈം പിന്നോട്ട് പോകും, ആയുസ് മുന്നോട്ട് വർദ്ധിക്കും. പണ്ട് യഹൂദാ ഗോത്രത്തിൽ യെഫുന്നയുടെ മകൻ കാലേബ് 85 വയസ്സിൽ പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് ഇപ്പോഴും 40ന്റെ ആരോഗ്യമുണ്ട്. എന്തോ എനിക്കറിയില്ല, പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്പൽ ചർച്ച്, ഈ സാഗേത് ചർച്ചിന്റെ സ്പിരിച്വൽ കവറിങ്ങിൽ, ഇവിടുത്തെ അഭിഷക്തരുടെ സ്പിരിച്വൽ കവറിങ്ങിനകത്ത് നിൽക്കുന്ന ദൈവമക്കളോട്, ഇന്ന് ഈ ചർച്ചിനകത്ത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് ആത്മാവ് പറഞ്ഞു, ഏജിനെ പിടിച്ചു നിർത്തുന്ന ഒരു അഭിഷേകം. ഏജ് റിവേഴ്സിബിൾ ആകാൻ പോകുന്നു. ഏജിങ് റിവേഴ്സിബിൾ ആകാൻ പോകുന്നു. ആന്റി ഏജിങ് അനോയിന്റിങ്. ഏജ് തിരികെ പോകുന്ന ഒരു അഭിഷേകം. വാർദ്ധക്യത്തിലുള്ളവർ യൗവനത്തിലേക്ക് വരട്ടെ, ഇമ്മോർട്ടാലിറ്റിയിലേക്ക്. ഈ ദൂതിന്റെ മുമ്പിൽ ഓർഡർ തെറ്റിയത് മുഴുവൻ ഡിവൈൻ ഓർഡറിലാകട്ടെ. ഈ വചനത്തിന്റെ മുമ്പിൽ ക്രമം തെറ്റിയത് മുഴുവൻ യേശുവിന്റെ നാമത്തിൽ ക്രമപ്പെടട്ടെ. ഏജിനെ തിരിച്ചു പിടിക്കും. 85-കാരൻ 40-കാരന്റെ ഹെൽത്തിലേക്ക് വന്നു. അനാക്കിന്റെ മക്കൾ എനിക്ക് വിഷയമല്ല, അനാക്യ മല്ലന്മാർ എനിക്ക് വിഷയമല്ല. ഈ ഹെബ്രോൻ ഞാൻ മോശമായിട്ട് ഡീല് വെച്ചിട്ടുള്ളതാ.
ഞാനിത് ദൈവത്തോട് ചോദിച്ചതാ. ഹെബ്രോനെ ഞാൻ പിടിക്കുമെന്നുള്ള തൻ്റെ ഇടത്തോടെ ഒരു 85-കാരനെ അന്ന് ആ താഴ്വരെ കർത്താവ് കൊണ്ട് നിർത്തിയത് അകത്തു വെളിപ്പെട്ടു വന്ന ആത്മമണ്ഡലത്തിന്റെ കരുത്താണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ചില പിതാക്കന്മാരെ, ചില മാതാപിതാക്കളെ ആ ഒരു അഭിഷേകത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരികെ കൊണ്ടുപോകാൻ പോകുകയാണ്. വാർദ്ധക്യത്തിലും നരയിലും ഞാൻ നിന്നെ ചുമക്കാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ മഹത്വം. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുത്ത്. ചുവരിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ച ഹിസ്കിയാവ് മരണത്തെ അവിടെ പിടിച്ചു നിർത്തി. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോ പത്രോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീഥ എന്നൊരു പെൺകുട്ടി, അവക്ക് വേണ്ടി പത്രോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരെ ശ്രദ്ധേയമോ. ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 40-ാമത്തെ വാക്യം. പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ശവത്തിന്റെ നേരെ തിരിഞ്ഞു തബീഥയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു, പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ മതി. ഇതിന്റെ പ്രമേയം നമുക്കറിയാം. ആ ഒരു വേർഡ് കിട്ടാൻ വേണ്ടി ആ വാക്യം ഞാൻ വായിപ്പിച്ചേ. പത്രോസ് ശവത്തിന്റെ നേരെ തിരിഞ്ഞു, ഹിസ്കിയാവ് ചുവരിന്റെ നേരെ തിരിഞ്ഞു. തന്റെ ആയുസിനെ വർദ്ധിപ്പിച്ചു, തന്റെ ആ മരണത്തിന്റെ സ്വാധീനത്തെ പൊട്ടിച്ചു. തന്റെ 1-ാം നൂറ്റാണ്ടിലെ പ്രഥമ അപ്പോസ്തലൻ, സ്തോത്രം, യോപ്പ എന്ന പട്ടണത്തിൽ തബീഥ എന്ന പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അവളെ മരണം കയറി തൊട്ടു, ദീനം വന്ന് മരണം പിടിച്ചു. അവളെ സംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറാക്കി ഒരു മാളിക മുറിക്കകത്ത് ഇങ്ങനെ കിടത്തി. ആ സംവിധാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനാ മനുഷ്യൻ അവിടെ വന്നു. പത്രോസ് ചുവരിന്റെ നേരെയല്ല തിരിഞ്ഞത്, ശവത്തിന്റെ നേരെ തിരിഞ്ഞു. ആദ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ച പത്രോസ് എഴുന്നേറ്റ് ശവത്തിന്റെ നേരെ തിരിഞ്ഞൊറ്റ വാക്ക അവളെ എഴുന്നേൽപ്പിച്ചു ആത്മതലത്തിൽ. ഈ തബീഥയെ ബൈബിൾ അഡ്രസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? അവിടെ പേരിന്റെ അർത്ഥം പേടമാൻ എന്നർത്ഥമുള്ള തബീഥ എന്ന പെൺകുട്ടി. ഈ പേടമാനെ കുറിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തം ഉന്നതങ്ങളിൽ ഓടിക്കേറുമെന്നല്ലേ. പണ്ട് യാക്കോബ് തന്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുമ്പോൾ നഫ്താലിയോട് പറയുന്ന ഒരു ദൂതുണ്ട്. നഫ്താലി, നീ സ്വതന്ത്രനായി നടക്കുന്ന പേടമാൻ. അപ്പൊ പേടമാന്റെ കാലിനെ ആർക്കും പൂട്ടാൻ പറ്റില്ല. പേടമാന്റെ കാലുകൾ സ്വാതന്ത്ര്യത്തിന്റെ കാലുകളാ. ഉന്നതങ്ങളിൽ, പർവ്വതങ്ങളിൽ ഓടിക്കയറാനുള്ള കാലുകളാ. ഒരു മാളിക മുറിക്കകത്ത് പേടമാന്റെ കാലിനെ മരണം കൊണ്ട് ലോക്ക് ചെയ്തു. ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ആ മാളിക മുറി എന്നുള്ളത് ദൈവം കണ്ടിരിക്കുന്നത് മരണത്തിന്റെ ഇടമായിട്ടല്ല, ആത്മാവ് ഇറങ്ങുന്ന സ്ഥലമാണ്. 9-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു മാളിക മുറി ഉള്ളപ്പോൾ തന്നെ ഇതേ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ ഒരു മാളിക മുറിയുണ്ട്. കർത്താവിന് മൗനമായി പറയാനൊരു ദൂതുണ്ട്. മാളികമുറി മരണത്തെ ഉറപ്പിക്കാനുള്ള സ്ഥലമല്ല, മാളികമുറി ജീവന്റെ ആത്മാവ് ഇറങ്ങാനുള്ള സ്ഥലമാണ്. പത്രോസിന്റെ കോൺഫിഡൻസ് എന്നാണെന്നറിയാമോ? 2-ാം അധ്യായത്തിൽ ഇതുപോലത്തെ ഒരു മാളിക മുറിക്കകത്ത് ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ 3000 എണ്ണം മരണത്തിൽ നിന്നും ജീവനിലേക്ക് വന്നു. 9-ാം അധ്യായത്തിൽ മാളിക മുറിക്കകത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് ഉറപ്പാ. എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഇറങ്ങി വരുന്ന ഒരു ജീവന്റെ മഹത്വം ഉണ്ടെന്നല്ലേ പത്രോസിന്റെ അകത്ത് ദൈവം കൊടുത്ത ഉറപ്പ്. ആത്മാവ് ഇടപെടുകയാ. ഈ ദേശത്തിന്റെ മരണത്തിന്റെ സ്വാധീനത്തെ തകർത്ത് ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന തന്റെ അഭിഷക്തന്മാരുടെ മീതെ, പ്രാർത്ഥിക്കുന്ന കർത്തൃദാസിമാരുടെ നാവിന്റെ മീതെ മരണത്തെ ജയിക്കാൻ ഒരു അഭിഷേകത്തെ ആത്മാവ് ഇതിനകത്ത് പകരുകയാ. വിശ്വാസത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നവർ ചേർന്നാമേൻ പറഞ്ഞ ദൂതനെ ഉറപ്പിച്ചു. നിന്റെ നാവിന്റെ മീതെ മരണത്തെ പൊളിക്കുന്ന അഭിഷേകം. പേടമാന്റെ കാല് സ്വതന്ത്രമാകുന്നു. പേടമാന്റെ കാലുകൾ സ്വതന്ത്രമാകുന്നു. ഒരു വീടിന്റെ 4 ചുവരിനകത്ത് തബീഥമാരെ ഒതുക്കുന്ന സ്പിരിറ്റ്, തബീഥമാരെ മാളിക മുറിക്കകത്ത് ഒതുക്കുന്ന സ്പിരിറ്റ്, മാളിക മുറിക്കപ്പുറം തബീഥയ്ക്ക് ഒരു ഭാവിയില്ലെന്ന് പറഞ്ഞ് അവിടെ ഒതുക്കി കളയുന്ന പാരമ്പര്യത്തിന്റെ സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ വെട്ടിമാറ്റുക. പേടമാനുകൾ സ്വതന്ത്രമാകട്ടെ, പേടമാനുകൾ സ്വതന്ത്രമാകട്ടെ, തബീഥമാർ സ്വതന്ത്രമാകട്ടെ, തബീഥമാർ ഫ്രീ ആകട്ടെ. ദൈവം കണ്ട ദൈവിക നിയോഗത്തിലേക്ക് മരണം പൊട്ടുന്നു. യൗവനക്കാരെ യൗവന മധ്യേ വാഗ്ദത്തം തികയുന്നതിന് മുമ്പേ കയറി തുടങ്ങുന്ന മരണത്തിന്റെ സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറുക. കർത്താവിന് ചില പത്രോസുമാരെ വേണം. തൻ്റെ ഇടത്തോടെ മാളിക മുറിക്കകത്ത് കയറി ചെന്ന് പ്രാർത്ഥിക്കാൻ, തൻ്റെ ഇടത്തോടെ ശവത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ,
തൻ്റെ ഇടത്തോടെ വാഗ്ദത്തമുള്ളവരെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് അങ്ങനെ ചിലരെ വേണം. ഇതിനകത്ത് ഒരാളുണ്ടെങ്കിൽ ആ വ്യക്തിയെ കർത്താവ് തൊടാൻ പോകുകയാണ്. ഭാരതത്തിൽ ഇതുവരെ വെളിപ്പെടാത്ത ദൈവമഹത്വത്തിന് വേണ്ടി മരണത്തിന്റെ അഗാധ ഗർത്തത്തിൽ കിടക്കുന്ന ഒരു വലിയ സമൂഹത്തെ ക്രിസ്തുവിന്റെ ജീവനിലേക്ക് നയിക്കേണ്ടതിനായി യേശുവിന്റെ നാമത്തിൽ അന്നവിടെ ഒരു ഭൗതിക മരണമാണെങ്കിൽ ആത്മലോകത്ത് ഒത്തിരി പേരെ മരണത്തിനകത്ത് തകർത്ത് കളയുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ പൊട്ടിച്ചു മാറ്റേണ്ടതിനായി യോപ്പയുടെ ആത്മമണ്ഡലങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുകയാ. യോപ്പയുടെ ആത്മതലങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുകയാ. ഇതിന്മീതെ ഒരു തുറന്ന സ്വർഗത്തിന്റെ മഹത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്തേ. ഗ്ലോറി ടു ജീസസ്. ഞാൻ ചിന്തിച്ച് വന്നതല്ല, പക്ഷെ കർത്താവ് ഇപ്പൊ എനിക്ക് ഓർമ്മ തരുന്നു. ഈ യോപ്പയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ശ്രദ്ധിക്കണേ. യോപ്പ ഇതൊരു പ്രൊഫറ്റിക്കാ. യോപ്പയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. യോപ്പയുടെ പഴയ നിയമത്തിലെ പേര് യാഫോവ് എന്ന. യാഫോവ്, അന്ന് യാഫോവ്, ഇന്ന് യോപ്പയായി. യാഫോവ് പ്രധാനമായും കണ്ട 2 അത്ഭുതങ്ങൾ. യാഫോവ് ഒരു തുറമുഖ പട്ടണമാണ്. 2 മേഖലകളിൽ എനിക്കത് കാണാൻ കഴിഞ്ഞു. ഒന്ന്, ശലോമോൻ രാജാവ് ദൈവത്തിന് ആലയം പണിയുമ്പോൾ ലെബനോനിലുള്ള ദേവദാരു മരത്തെ കടൽ വഴിയായി ചെങ്ങാടം കെട്ടിച്ച് എത്തിച്ചു കൊടുത്ത സ്ഥലമാണ് യാഫോവ്. യാഫോവിൻ്റെ തീരത്ത് ശലോമോൻ്റെ ആളുകളെത്തും, ദേവദാരു മരത്തെ റിസീവ് ചെയ്യും. ലെബനോന്റെ നന്മ വന്ന സ്ഥലമാണ്, എത്തിച്ചേർന്ന സ്ഥലമാണ് യാഫോവ്. ഇനി നിനവെ എന്ന മഹാനഗരത്തെക്കുറിച്ച് ദൈവശബ്ദം കേട്ട അമീഥയുടെ മകനാകുന്ന യോന യാഫോവിൽ വന്ന തർസീസ് കപ്പലിന് കൂലി കൊടുത്ത് അതിൽ യാത്ര ആരംഭിച്ച് ഷിപ്പുകൾ വന്നടുത്ത് യാത്രകൾ തുടങ്ങുന്ന സ്ഥലമാണ് യാഫോവ്. ഈ യാഫോവിൻ്റെ മീതെ തുറന്നു കിടക്കുന്ന ഒരു ആൽമതലമുണ്ട്. ഇത് പ്രാർത്ഥിക്കുന്നവൻ അത് സെൻസ് ആവും. പ്രാർത്ഥിക്കുന്ന പത്രോസ് അവിടുത്തെ ആത്മമണ്ഡലത്തെ സെൻസ് ചെയ്തു. കാരണം ഇതിന്മീതെ തുറന്നൊരു സ്വർഗമുണ്ട്. സ്തോത്രം. അന്ന് ശലോമോന്റെ കാലത്ത് ഇന്റർനാഷണൽ നന്മ വന്നു കയറിയ സ്ഥലമാണ് യാഫോവ്. യോനയുടെ കാലഘട്ടത്ത് ഇന്റർനാഷണൽ യാത്രകൾ ആരംഭിച്ച സ്ഥലമാണ് യാഫോവ്. മറ്റാർക്കും തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന പത്രോസിന് അത് തിരിച്ചറിയാൻ പറ്റും. എനിക്കത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് തന്ന ബോധ്യം, യാഫോവിൻ്റെ പേര് മാറി യോപ്പയായി. എന്നാൽ അവിടെ തുറന്ന ആത്മമണ്ഡലം അടഞ്ഞില്ല. യാഫോവിൻ്റെ ആത്മതലം എന്താണെന്നറിയാമോ? ഒരേ സമയം തന്നെ അത് ഇന്റർനാഷണൽ ഡിപ്പാർച്ചറാണ്, അപ്പോൾ തന്നെ അത് ഇന്റർനാഷണൽ അറൈവലുകളാണ്. ഇന്റർനാഷണൽ നന്മകൾ എത്തിച്ചേരാനും ഇന്റർനാഷണൽ യാത്രകൾ തുടങ്ങാനുമുള്ള ഒരു ആത്മമണ്ഡലം യാഫോവിന്റെ മീതെ തുറന്നു കിടപ്പുണ്ട്. എന്തോ ഈ സാകേത് ഈ ചർച്ചിനകത്ത് അങ്ങനത്തെ ഒരു പോർട്ടലിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം തുറക്കാൻ പോകുകയാ. ചിലർ ആ മഹത്വത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പോകുന്നു. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് തന്നെ ചില ഇന്റർനാഷണൽ ഡിപ്പാർച്ചറുകളുടെ കൺഫർമേഷനുകളെ നിന്റെ കരത്തിലേക്ക് എത്തിക്കേണ്ടതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മഹാനിയോഗത്തെ ആത്മാവ് ഇതിനകത്ത് തുറക്കുകയാ. വിശ്വസിക്കുന്നവർ, യാഫോവ് യോപ്പയായി, പക്ഷെ അടഞ്ഞ സ്വർഗം, തുറന്ന സ്വർഗം അത് അടഞ്ഞില്ല. ശലോമോന് വേണ്ടി അന്ന് അവിടെ തുറന്ന പോർട്ടൽ, യോനയ്ക്ക് വേണ്ടി അന്ന് അവിടെ തുറന്ന പോർട്ടൽ അടഞ്ഞില്ല. എന്നോട് കർത്താവ് പറഞ്ഞു, ആരൊക്കെയോ പ്രാർത്ഥിച്ച് തുറന്ന പോർട്ടലുകളുടെ അകത്താണ് നീ നിൽക്കുന്നത്. വാഗ്ദത്തത്തിന്റെ പോർട്ടലിന്റെ കീഴിലാണ് നീ നിൽക്കുന്നത്. അത് ഒരിക്കലും അടഞ്ഞു പോകാതെ വണ്ണോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 24 hours യേശുവിന്റെ നാമത്തിൽ ഇത് തുറന്നു കിടക്കുകയാ. ഇതിനകത്ത് അഭിഷേകത്തിനെ ഓപ്പൺ ആകുന്നു. യാഫോവിന്റെ പോർട്ടലുകൾ, ഇന്റർനാഷണൽ ഡിപ്പാർച്ചറുകൾ, ഇന്റർനാഷണൽ അറൈവലുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറക്കുകയാ. യോപ്പ വരെ നീ എത്തിയെങ്കിൽ പത്രോസേ, ലുദ്ധ കടന്ന് യോപ്പ വരെ നീ എത്തിയെങ്കിൽ യോപ്പയിൽ നിന്നും അടുത്ത സീസണെ തുടങ്ങേണ്ടതിനായി ലുദ്ദയിൽ നിന്ന് ശുശ്രൂഷിച്ച പത്രോസിനെ യോപ്പയിൽ കർത്താവ് കൊണ്ടുവന്നത് കേവലം ഒരു തബീതനെ ഉയർപ്പിക്കാൻ മാത്രമായിരുന്നില്ല. അവിടുന്ന് അടുത്തൊരു തലം തുറക്കണം. യോപ്പയിലെ പ്രാർത്ഥനയിലല്ലേ സ്വർഗം തുറന്ന് തുപ്പട്ടിയുടെ ദർശനം ഇറങ്ങി വരുന്നേ. അവിടുന്നല്ലേ കൈസരിയിൽ കൊർന്നല്യോസിന്റെ വീട് ഓപ്പൺ ആകുന്നേ.
ഒരു ടെറിട്ടറിക്കകത്ത് ഒതുങ്ങി നിന്ന ദൈവരാജ്യത്തിന്റെ പ്രോജക്റ്റുകളെ കൈസരിയ പോലൊരു സിറ്റിക്കകത്ത് ഇത്താലിക്ക പട്ടാളത്തിൽ 100 പേർക്ക് അധിപനായ VVIPയുടെ വീടിനകത്ത് ദൈവരാജ്യത്തിന്റെ വെളിപ്പെടുത്തലിനായി പത്രോസിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയത് യോപ്പയുടെ മീതെ തുറന്നു കിടന്ന ആത്മമണ്ഡലത്തിന്റെ മഹത്വമാണെങ്കിൽ ഇന്ന് PMG ചർച്ചിന്റെ 4 ചുവരുകളുടെ ഉള്ളിൽ ഇതിന്മീതെ സ്വർഗം തുറന്ന് ഒരു യോപ്പയുടെ ആത്മമണ്ഡലം ഓപ്പൺ ആകുമ്പോൾ രാജ്യങ്ങളിൽ സഭ സ്ഥാപിക്കാൻ ഒരു അപ്പോസ്തോലിക പാക്കേജിനകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അഭിഷേകം ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുക. കർത്താവിന് എന്തോ ഇതിനകത്ത് നിന്ന് ചെയ്യാനുണ്ട്. ആത്മാവ് വീണ്ടും പറഞ്ഞു, എന്നെ അനുവദിക്ക്. ലിസി മൊറോക്കോനിയാഥ മാസിഡോണിയൻ ഡോറുകൾ തുറക്കട്ടെ. ന്യൂയോർക്ക് സിറ്റി തുറന്നു വരട്ടെ. സഭ സ്ഥാപിക്കാൻ, വെള്ളക്കാരുടെ നടുവിൽ സഭ സ്ഥാപിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഒരു അപ്പോസ്തോലിക പാക്കേജിനകത്തേക്ക് അഭിഷക്തന്മാർക്ക് വേണ്ടി നിയോഗങ്ങളുടെ വാതിലുകൾ. മരണം മാറും. യോപ്പ തുറന്ന സ്വർഗത്തിന്റെ ഇടവാ. യോപ്പ കയറിയ പത്രോസിന് അസാധാരണ കോൺഫിഡൻസാ, അസാധ്യ ഉറപ്പാ. ഞാൻ പ്രാർത്ഥിച്ചാൽ ഇവൾ എഴുന്നേക്കും. തബീത ഇവിടെ കാല് രണ്ടും കൂട്ടിക്കെട്ടി. ഡെഡ് ബോഡി 3 കെട്ടുകളല്ലേ, 1 മുഖം ചേർത്ത് കെട്ടും, 2 കൈ ചേർത്ത് കെട്ടും, 3 കാൽ പെരുവിരൽ 2 ചേർത്ത് കെട്ടും. യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് ശീലകൾ കൊണ്ട് മുഴുവൻ ചുറ്റിയിട്ടുണ്ടാവാം. സ്തോത്രം. ഞാൻ വിശ്വസിക്കുകയാ, കാലിലൊരു കെട്ടുണ്ടായിരുന്നു. അവിടെ കാലിനെ കെട്ടിപ്പൂട്ടി ഒതുക്കാൻ മരണത്തിന്റെ സ്വാധീനം പദ്ധതിയിട്ടു. പക്ഷെ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്റെ നാവിന്ന് പുറത്തു വന്ന ഒറ്റ വാക്ക് അന്ന് ആ മരണത്തിന്റെ സ്വാധീനത്തെ തകർത്തില്ലേ? പേടമാന്റെ കാലിനെ സ്വതന്ത്രയാക്കിയില്ലേ? മാളിക മുറിക്കപ്പുറം ഇവളെ കടത്തില്ലെന്ന് പറഞ്ഞ് പാളയത്തിന് പുറത്ത് തുറന്നിട്ടിരിക്കുന്ന കല്ലറയ്ക്കകത്ത് ഇവളെ മൂടിക്കളയും, ഇവളെ മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന മരണത്തിന്റെ സ്വാധീനങ്ങൾ വിധിയെഴുതിയപ്പോൾ മരണത്തിന്റെ മീതെ അധികാരമുള്ള പത്രോസ് പ്രാർത്ഥിച്ചൊരൊറ്റ പ്രാർത്ഥനയ്ക്കകത്ത് അന്നവിടെ ദൈവത്തിന്റെ മഹത്വം ചലിച്ചെങ്കിൽ ഇന്ന് ചിലരുടെ നാവിന്റെ മീതെ മരണത്തെ തിരിക്കാൻ ശക്തമേറിയ ഒരു അഭിഷേകത്തിന്റെ ആത്മ പകർച്ച. മരണം മാറുന്നു. ലുദ്ധയിൽ നിന്നും യോപ്പയിലേക്കുള്ള വാതിൽ, യോപ്പയിൽ നിന്നും കൈസരിയിലേക്കുള്ള വാതിൽ. പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്റെ നാവി കർത്താവ് അത് ഇട്ടിട്ടുണ്ട്. ഫിലിപ്പിന്റെ കൈസരിയ പ്രദേശത്ത് ഈ പത്രോസ് പറഞ്ഞു വെച്ച ഒരൊറ്റ വെളിപ്പാടിനകത്ത് പത്രോസിന് ദൈവം കൊടുത്തൊരു താക്കോലുണ്ട്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ. ഭൂമിയിൽ നീ എന്ത് പറഞ്ഞാലും പത്രോസ് ഒന്നിനെ ലോക്ക് ചെയ്താൽ ദൈവം അവിടെ ലോക്ക് ചെയ്യും. പത്രോസ് ഒന്നിനെ അൺലോക്ക് ചെയ്താൽ, സ്തോത്രം, ദൈവം അതിനെ അവിടെ അൺലോക്ക് ചെയ്യും. നാവിൽ അധികാരമുള്ളവൻ, നാവിൽ അഭിഷേകമുള്ള ദൈവ പൈതൽ, ദൈവകൃപയിൽ ആശ്രയിച്ച് പറയുന്നതിനെ ആമേൻ പറഞ്ഞുറപ്പിക്കുന്ന ദൈവത്തിന്റെ മഹത്വം. പുസ്തകത്തിനകത്തല്ല, പുസ്തകം വിട്ടത് പുറത്തു വരുന്നു. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളുടെ മീതെ കർത്താവ് അതിനെ കൈമാറാൻ പോകുക. പ്രാർത്ഥിക്കുന്നവരുടെ മീതെ അത് ഓപ്പൺ ആകട്ടെ. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ ഓർത്തു പോകുക. ഒരിക്കൽ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ സ്വദേശം കോട്ടയമാണെങ്കിലും ഞാൻ താമസിക്കുന്നത് മല്ലപ്പള്ളിക്കും റാന്നിക്കും മധ്യേ എഴുമറ്റൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഞാനിങ്ങനെ ഒരു ദിവസം വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 40-50 കിലോമീറ്റർ അപ്പുറം കോട്ടയം കൊല്ലാട് നിന്ന് ഒരു അഭിഷക്തൻ വിളിക്കുക. എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരിക, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, യെസ്, വെൽക്കം. അഭിഷക്തൻ ബസ് കയറി വന്നു. ഞങ്ങൾ വീട്ടിൽ പ്രയർ റൂമിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് സംസാരിച്ചു, ഇരുന്ന് പ്രാർത്ഥിക്കണ്ട, യാത്ര ചെയ്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ പ്രയർ ഡ്രൈവിലേക്ക് കയറി. എഴുമറ്റൂരിൽ നിന്ന് വണ്ടി എടുത്തു, റാന്നി പട്ടണം ചുറ്റി. റാന്നി ഇങ്ങനെ ചുറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു, മണിമല ഡയറക്ഷനിലേക്ക് പോകാൻ പറഞ്ഞു. ആ റൂട്ട് യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം. അവിടെ നിന്ന് അങ്ങ് മണിമല റൂട്ടിലേക്ക് പോകുമ്പോൾ മന്നമരുതി, പ്ലാച്ചേരി, ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ വനമാണ്, പൊന്തമ്പുഴ വനമാണ്.
വനത്തിൻ്റെ റോഡിൻ്റെ 2 സൈഡും വനമാണ്. റൈറ്റ് സൈഡിൽ ഒരു മലയാണ്, അതിൻ്റെ മുകളിൽ ഒരു ഗ്രാമം, ഒത്തിരി വീടുകളുണ്ട്. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ആദ്യം ഒരു തോട് കഴിഞ്ഞാൽ വീണ്ടും വനമാണ്. അപ്പം ഞങ്ങൾ ഈ റൂട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വനത്തിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ വണ്ടി നിർത്തി, വണ്ടിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് വീണ്ടും ഗൈഡ് ചെയ്തു, വണ്ടിയെ നിറങ്ങ്, പ്രയർ വോക്ക് ചെയ്യ്. ഞങ്ങൾ നടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. യാസ്മ ഫീമ ഹസ്മാൻ ടൊറോനിയ, അന്യഭാഷ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ റോഡിൻ്റെ ഇരുവശവും നെടുകയും കുറുകയൊക്കെ നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, റോഡിൻ്റെ വലതുവശത്ത് മലമുകളിൽ നിന്നും ഒരു പ്രായമുള്ള, ഒരു 55-60 വയസ്സ് പ്രായമുള്ള ഒരു പിതാവ് നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി ഓടുന്നു. റോഡ് ക്രോസ് ചെയ്യുന്നു, തോട് നീന്തി വീണ്ടും വനത്തിലേക്ക് കയറുന്നു. വനത്തിൽ നിന്ന് ഇറങ്ങി റോഡും തോടും കടന്ന് വീണ്ടും വനത്തിലേക്ക് കയറുന്നു. കയ്യിലൊരു അരിവാളുണ്ട്. ഇദ്ദേഹം നിലവിളിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നാ സംഭവം ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് പോകാൻ തുടങ്ങിയപ്പോൾ റോഡിൻ്റെ താഴെവശം വനത്തിൽ നിന്ന് ഒരു ചേട്ടനും ഒരു ചേച്ചിയും കയറി വന്നു. അവർ പറഞ്ഞു, മക്കളെ നിങ്ങളിവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊക്കോ. ഇപ്പം ഇതിലെ പോയ ആളുടെ മകള്, അവൾക്ക് 35 വയസ്സ് പ്രായമുണ്ട്, അവൾക്ക് കുടുംബമുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് പിണങ്ങി കാടിനകത്ത് കയറിയിട്ടുണ്ട്, അവൾ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറഞ്ഞ്. ഇവർ ഞങ്ങളെ പോകാൻ നിർബന്ധിക്കുക. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. പരിശുദ്ധാത്മാവ് സംസാരിക്കുക, വിഷയത്തിനകത്ത് ഇടപെട്, പ്രശ്നത്തിനകത്ത് ഇടപെട്. ഇദ്ദേഹം എങ്ങോട്ടാണ് പോയെന്നറിയത്തില്ല ഈ പിതാവ്. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ റോഡിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ പതുക്കെ ആ റോഡ് ക്രോസ് ചെയ്ത് തോട് നീന്തി വനത്തിനകത്തേക്ക് കയറാൻ തുടങ്ങി. പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല, ചുറ്റും മരം, ഒത്തിരി ചെടികളും മരങ്ങളും ഒക്കെ നിൽക്കുക. കുറച്ച് ദൂരം അതിനകത്തൂടെ നടക്കുമ്പോൾ ഭയങ്കര ഒരു നിലവിളിയുടെ ശബ്ദം കേൾക്കുക. ഈ മനുഷ്യൻ കാറി വിളിക്കുക. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞങ്ങൾ ഓടിച്ചെന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഇദ്ദേഹത്തിൻ്റെ മകൾ ഒരു മരത്തെ തൂങ്ങി. ഒരു പക്ഷേ പുള്ളി ചെല്ലുന്നതിന് മുമ്പ് തൂങ്ങിയതായിരിക്കാം. ഇദ്ദേഹം ചാടി നിന്നുകൊണ്ട് ആ കയറ് തൻ്റെ കയ്യിലിരുന്ന അരിവാൾ കൊണ്ട് വെട്ടി. ഇവൾ താഴെ കിടക്കുക. നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളൊരു പെങ്കൊച്ച, എൻ്റെ അത്രയും പ്രായമുണ്ട് അവൾക്ക്. അപ്പോൾ എൻ്റെ കൂടെയുള്ള പാസ്റ്റർ 21 ദിവസം ഫാസ്റ്റിങ്ങിൻ്റെ 19ാം ദിവസമാണ് ഫുൾ ഫാസ്റ്റിങ്, ആഹാരം കഴിക്കുന്നില്ല. എൻ്റെ അത്ര ആരോഗ്യം അദ്ദേഹത്തിനില്ല, മാനുഷികമായിട്ട് ബലഹീനതയുണ്ട്, പക്ഷെ ആത്മാവിൽ കരുത്തനാണ്. ഈ പെങ്കൊച്ച് തൂങ്ങി അവിടെ കഴുത്തിൽ ആ കുരുക്ക് അപ്പോഴും കിടപ്പുണ്ട്. ഞാൻ കൈ പിടിച്ച് നോക്കി, പൾസ് റേറ്റ് ഉണ്ടോ, എനിക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല. പെട്ടെന്ന് കർത്താവിൻ്റെ ആത്മാവ് നിയോഗം തരിക, ആ പിതാവിൻ്റെ കരത്തിൽ പിടിച്ച് ബലപ്പെടുത്ത്. തൂങ്ങിക്കിടക്കുന്ന മകളെ കണ്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ആ പിതാവ് ഒന്നേ നിലവിളിച്ചുള്ളൂ. പിന്നെ ഈ മനുഷ്യൻ ഭയത്തോടെ ഇങ്ങനെ നിൽക്കുക. ഞാൻ ആ പിതാവിൻ്റെ കരത്തിൽ പിടിച്ചിട്ട് ഒറ്റ വാക്ക് പറഞ്ഞു, അങ്കിളെ കർത്താവ് കൂടെ ഉണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ കരയാൻ തുടങ്ങി. എന്നാ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എൻ്റെ കൂടെ നിൽക്കുന്ന അഭിഷക്തൻ പെട്ടെന്ന് അദ്ദേഹം നിലത്തേക്ക് കുനിഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞിനെ കോരിയെടുക്കുന്നത് പോലെ ഇത്രയും പ്രായമുള്ള പെൺകുട്ടി ഒറ്റയ്ക്കെടുത്ത് തോളിലേക്ക് ഇട്ടു. മാനുഷികമായി ചിന്തിച്ചാൽ ഇവളെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 പേര് വേണം, അങ്ങനെ ആ രീതിയിൽ തോളിലേക്ക് കിടത്തണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഒരു കൊച്ചു കുഞ്ഞിനെ കോരിയെടുക്കുന്നത് പോലെ 19 ദിവസം ഫാസ്റ്റ് ചെയ്ത അഭിഷക്തൻ ഈ പെൺകൊച്ചിനെ കോരിയെടുത്ത് തോളിലേക്ക് ഇട്ടു. ഇവിടെ മുടിയെല്ലാം അഴിഞ്ഞു കിടക്കുന്നു, കരം ചലിക്കുന്നില്ല. സ്തോത്രം. ഏറ്റവും ഫ്രണ്ടിൽ ഈ അഭിഷക്തൻ ഇവിടെ ചുവന്നുകൊണ്ട് പോകുന്നു. ഏറ്റവും ഫ്രണ്ടിൽ ഇവിടെ പിതാവ്, അതിൻ്റെ നടുക്കിൽ എൻ്റെ കൂടെയുള്ള പാസ്റ്റർ, ഏറ്റവും ബാക്കിൽ ഞാൻ. അപ്പം ഞാൻ ഈ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് ഈ അരിവാൾ വാങ്ങിച്ചു. ഇദ്ദേഹം നിലവിളിച്ചുകൊണ്ട് ഫ്രണ്ടിൽ കൂടെ പോകുക. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അന്നേരം അന്യഭാഷ പറയുക. വീട്ടിൽ എഴുമറ്റൂർ വീടിനകത്ത് അന്യഭാഷ പറയുന്നു, റാന്നി സിറ്റി ചുറ്റി അന്യഭാഷ പറയുന്നു, പൊന്തമ്പുഴ വനത്തിൻ്റെ അവിടെ വരുമ്പോൾ അന്യഭാഷ പറയുന്നു. ഈ കുഞ്ഞിനെ പൾസ് റേറ്റ് ഇല്ലാതെ, സ്തോത്രം, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ജീവൻ നഷ്ടപ്പെട്ട ആ പെൺകുട്ടിയെ, ചലനമില്ല, അവൾ ബ്രീത്ത് എടുക്കുന്നില്ല, ശ്വാസം എടുക്കുന്നില്ല. സ്തോത്രം. അവളെ കോരിയെടുക്കുമ്പോഴും അവളെ നോക്കിക്കൊണ്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കുക. എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അകത്തൊരു ആശയം തോന്നി. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. തോട് നീന്തി കയറുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. അതുവരെ ചലിക്കാത്ത അവിടെ കൈ ചലിച്ചു, അതുവരെ ചലിക്കാത്ത അവിടെ കാല് ചലിച്ചു, അതുവരെ ബ്രീത്ത് എടുക്കാത്ത ആ പെങ്കൊച്ച് ഒരു ദീർഘശ്വാസം എടുത്തു. അവൾ ബാക്ക് ടു നോർമലിലേക്ക് വരികയാ. ഇതെങ്ങനെ സംഭവിച്ചത്? ആത്മാവിൽ ഒരു അഭിഷക്തനെ ദൈവം ചലിപ്പിച്ചാൽ, ആത്മാവിൽ ഒരു അഭിഷക്തനെ ദൈവം നയിച്ചാൽ, ദൈവം പറയുന്ന പാറ്റേണിനകത്ത് ചലിക്കുന്ന ദൈവഭക്തന്മാർക്ക് വേണ്ടി മരണത്തിന്റെ സ്വാധീനത്തെ പോലും തകർക്കാൻ ഒരു അഭിഷേകത്തെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൈമാറാൻ പോകുകയാ. വിശ്വസിക്കാൻ ഇതിനകത്ത് ഒരാളുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കും ഇത് കൈമാറുന്നത്. നിർമ്മിത കഥകളെ പ്രസ്താവിക്കുന്ന ഒത്തിരി പേർ ഈ രാജ്യത്തുള്ളപ്പോൾ ക്രിസ്തുവിന്റെ മഹിമ കണ്ട സാക്ഷികളെ നമ്മുടെ രാജ്യത്ത് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ.
എല്ലാം അറിയാമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റും വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ഇന്നലെ കയറി വന്ന ചിലരെ കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭാരതത്തിന്റെ തെരുവിൽ അങ്ങനത്തെ ആത്മമണ്ഡലത്തെ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു ഏറ്റെടുത്തു. വിശ്വസിക്കുന്നവർ നന്നായിട്ട് കർത്താവിന് മഹത്വം കൊടുത്തു. റിബാന ഹത്യാന്തര മെഡിക്കൽ ഐസിയുവിലും നിയോനേറ്റൽ ഐസിയുവിലും ഓപ്പറേഷൻ തിയേറ്ററിനകത്തും കാത്ലാബിനകത്തുമൊക്കെ മെഡിസിനും മെഡിക്കൽ സയൻസിനും ചെയ്യാൻ കഴിയാത്തത് നിന്റെ കരം കൊണ്ട് ചെയ്യിക്കാൻ, നിന്റെ കരത്തിന്റെ മീതെ ഒരു അഭിഷേകം. റിസീവ് റിസീവ് റിസ്ബിൽ ബ്രിഹംദർ വൈഡസ് മർഥരാനഗതുരി. ജീസസ് മൈറ്റി നെയിം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു തലമുറ എഴുന്നേൽപ്പിക്കട്ടെ. കർത്താവ് പറയുന്ന റൂട്ടിൽ സഞ്ചരിക്കാൻ, ദൈവം പറയുന്ന നിയോഗം അനുസരിച്ച് ചലിക്കാൻ. ഐസയ്യാവ് 48:17 ഇങ്ങനെ എഴുതിയില്ലേ, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. ഡെയിലി ലൈഫിൽ കർത്താവ് ഗൈഡ് ചെയ്യും, പോകേണ്ടുന്ന വഴിയിൽ നടത്തും, ഡിസിഷൻ മേക്കിങ്ങിന് തുണ നിൽക്കും, റൈറ്റ് ഡിസിഷൻ എടുക്കാൻ, റൈറ്റ് സ്റ്റെപ്പ് എടുക്കാൻ, റൈറ്റ് വേയിൽ മൂവ് ചെയ്യുവാൻ, റൈറ്റ് പേഴ്സണുമായി കണക്ട് ആകുവാൻ, ഡിവൈൻ കണക്ഷൻ സെറ്റ് ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുണ നിൽക്കാൻ പോകയാ. ലുദ്ധയിൽ നിന്നും യോപ്പയിലേക്ക് വരുന്ന പീറ്ററിന് ഒരു കാര്യം ഉറപ്പാ, എന്റെ നാവിൽ കർത്താവ് ഒരു അധികാരം തന്നിട്ടുണ്ട്, എന്റെ നാവിൽ കർത്താവ് ഒരു അഭിഷേകം തന്നിട്ടുണ്ട്. അതിനെ ഞാൻ ആത്മതലത്തിൽ ഉപയോഗിച്ചാൽ അതിനെ ആമേൻ പറഞ്ഞ് ഉറപ്പിക്കുന്ന മഹത്വം എനിക്ക് വേണ്ടി സ്വർഗത്തിൽ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ആത്മാവിൽ അത് വെളിപ്പെട്ട് വരട്ടെ. ആത്മലോകത്ത് മരിച്ച് നിർജീവമായി കിടക്കുന്ന ഒരു തലമുറയെ ക്രിസ്തുവിന്റെ ജീവനിലേക്ക് നയിക്കാൻ ഒരു അഭിഷേകം. ഗ്ലോറി ടു ജീസസ്. രക്തത്താലും വചനത്താലും ജയം വ്യാപരിക്കട്ടെ. ഉണ്ടോ? പത്രോസ് ശവത്തിന്റെ നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചു. എവിടുന്ന ഈ കോൺഫിഡൻസ്? ഒരു രാത്രി ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞതല്ലേ പത്രോസെ? അങ്ങ് 3.5 കൊല്ലം കൂടെ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടപ്പോ ഗന്നസരത്തിൽ നിന്ന് കർത്താവ് അങ്ങേ വലിച്ചു പുറത്തെടുത്ത് വീണ്ടും തിബരിയാസി പോയതല്ലേ? അങ്ങ് പത്രോസെ ഗന്നസരത്തിൽ തുടങ്ങി അങ്ങ് തിബരിയാസി ചെന്ന് നിന്നതല്ലേ? സ്തോത്രം. തിബരിയാസിന്ന് കർത്താവ് വലിച്ചു പുറത്തെടുത്തതല്ലേ? കൂടെ നടന്ന ഗുരുനാഥനെ സ്തോത്രം കാൽവറിയിൽ തകർത്തപ്പോൾ ചിതറിപ്പോയതിനെ മാളിക മുറിക്കകത്തേക്ക് വിളിച്ചു ചേർത്ത് ആത്മാവിന്റെ നിയോഗം പകർന്നതല്ലേ പത്രോസിന്റെ മേൽ ഇപ്പോൾ വ്യാപരിക്കുന്നത്? ചിതറിപ്പോയതിനെ, തകർന്നു പോയതിനെ ഇനി ഒന്നിക്കത്തില്ലെന്ന് കരുതി തകർന്നു കിടന്നൊരു തലത്തെ വീണ്ടും മാളിക മുറിക്കകത്തേക്ക് വിളിച്ചുകൂട്ടി ഉയരത്തിലെ ആത്മാവിനെ പകർന്ന് അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേല് ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്നുള്ള യോവേൽ പ്രവചനത്തെ നിവർത്തിച്ചതിന്റെ അടയാളമല്ലേ ഇന്ന് പത്രോസ് ഇതിനകത്ത് നിൽക്കുന്നത്? എന്തോ കർത്താവിനോട് ഇടപെടുന്നു. ക്ഷീണിച്ചു പോയ ചിലരെ, തകർന്നു പോയ ചിലരെ വീണ്ടും ആത്മമണ്ഡലത്തിനകത്ത് ബലപ്പെടുത്തുന്ന ഒരു സെക്കൻഡ് ടച്ച്. നിന്റെ ആത്മലോകത്ത്, നിന്റെ മിനിസ്ട്രിക്കകത്തൊരു സെക്കൻഡ് ടച്ചിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിന്റെ തിബരിയാസികളിലേക്ക് ഇറങ്ങി വന്ന്, നിന്റെ ജീവിതത്തിന്റെ തിബരിയാസികളിലേക്ക് ഇറങ്ങി വന്ന് ആവർത്തിക്കുന്നു ആത്മാവ വാചകം. നിന്റെ ജീവിതത്തിന്റെ തിബരിയാസികളിലേക്ക് ഇറങ്ങി വന്ന് വീണ്ടും നിയോഗങ്ങളുടെ അകത്തേക്ക് പൊക്കിയെടുക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹാനിയോഗത്തെ ഗ്ലോറി ടു ജീസസ്. ഗന്നസരത്തിൽ തുടങ്ങിയവൻ തിബരിയാസി വന്ന് നിൽക്കുക. വീണ്ടും പടകും വലയും എടുത്ത് തിബരിയാസിൽ മീൻ പിടിക്കാൻ പോയ പത്രോസിനെ അനുഗമിച്ചൊരു യേശുവിന്റെ പാദമില്ലേ? തേടി വന്നൊരു സ്നേഹമില്ലേ? സ്തോത്രം. പത്രോസിന്റെ ജീവിതത്തിനകത്ത് യേശുവിനെ കണ്ടുമുട്ടുന്ന രണ്ടിടം, ഒന്ന് ഗന്നസരത്ത്, രണ്ട് തിബരിയാസ. ഗന്നസരത്തിൽ വെച്ച് യേശു പത്രോസിനെ സെലക്ട് ചെയ്യുമ്പോൾ യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞ എന്നെ അനുഗമിക്കാന്നാ. ഗന്നസരത്തിലെ പിക്ചർ എന്നാണെന്നറിയാമോ? യേശുവിനെ അനുഗമിക്കുന്ന പത്രോസിനെ കാണുന്നത്. പക്ഷെ നിങ്ങൾ തിബരിയാസിലേക്ക് വന്നേ, വിട്ടേച്ചു പോയ പത്രോസിനെ അനുഗമിക്കുന്ന യേശുവിനെ ഇവിടെ കാണാൻ പറ്റുന്നില്ലേ? നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ്
അവിടെ വെച്ച് ആത്മ നിയോഗം കൈമാറി. ഫിലിപ്പിന്റെ കൈസരയെ വെച്ച് സ്വർഗരാജ്യത്തിന്റെ താക്കോല് കൊടുത്ത് കൂടെ നടന്ന 12 എണ്ണത്തിൽ 11 എണ്ണത്തിനും കിട്ടാത്ത നിയോഗം പിടിച്ചവൻ തിബരിയാസുകളിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ അവനെ അനുഗമിച്ചൊരു പാഠമില്ലേ, ആത്മാവിന്ന് വിളംബരം നടത്തുകയാണ്. അങ്ങനെ നിയോഗം തെറ്റിയൊഴിഞ്ഞു നടക്കുന്ന ചിലതിനെ അനുഗമിച്ച് അവരെ വീണ്ടും നിയോഗത്തിലേക്ക് പിടിച്ചു കയറ്റേണ്ടതിനായി ദൈവത്തിന്റെ വലിയ പദ്ധതിയെ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കകത്ത് ആത്മാവ് തുറക്കാൻ പോകുക. നിന്നെ കൊണ്ട് കർത്താവ് ഒരു പ്രോജക്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് തന്നെ കർത്താവ് അത് ചെയ്തിരിക്കും. ദൂതിന്റെ വ്യാപ്തി ഭയങ്കരവാ. ഗന്നസരത്തുകൾ തിബരിയാസുകളാകട്ടെ. പ്രിയരെ, വിശുദ്ധീകരണത്തിനപ്പുറമായി ദൂത്. ഈ 2 പിക്ചറും നമ്മുടെ അകത്ത് വേണം. ഒരു ഗന്നസരത്തുണ്ടെങ്കിൽ ഒരു തിബരിയാസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ യേശുവിന്റെ പ്രത്യേകത ഗന്നസരത്തിൽ മാത്രമല്ല, തിബരിയാസിലും അവിടെ നിന്ന് ഇറങ്ങും. ഗന്നസരത്തിന്റെ പിക്ചർ യേശുവിനെ അനുഗമിച്ച പത്രോസ്, തിബരിയാസിന്റെ പിക്ചർ വേണ്ട പത്രോസിനെ അനുഗമിച്ച് യേശു ചെല്ലുക. നാഥന്റെ സ്നേഹം കണ്ടോ? ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്, ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു? യെസ് ലോർഡ്. ഉവ്വ് കർത്താവേ, നീ അറിയുന്നുവല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ആടുകളെ മേയിക്കാം. വീണ്ടും അതേ ചോദ്യം, വീണ്ടും അതേ ഉത്തരം. വീണ്ടും മൂന്നാമതും അതേ ചോദ്യം, മൂന്നാമതും അതേ ഉത്തരം. എന്തിനാ കർത്താവെ 3 തവണ ആ നാവ് കൊണ്ടത് പറയിപ്പിച്ചേ? കർത്താവിൻ്റെ മറുപടി, ചില ദിവസങ്ങൾക്ക് പിറകിൽ ഒരു രാത്രി 3 തവണ ഈ നാവ് കൊണ്ട് അവൻ എന്നെ തള്ളിപ്പറഞ്ഞതാ. ഏത് നാവ് കൊണ്ട് തള്ളിപ്പറഞ്ഞോ അതേ നാവ് കൊണ്ട് തിരുത്തി പറയിപ്പിച്ചില്ലേ? ഇവൻ നിയോഗത്തിനകത്തേക്ക് വീണ്ടും കയറി വരുമ്പോൾ സാത്താൻ അവനെ കുറ്റപ്പെടുത്താൻ ഒരു കണിക പോലും ശേഷിപ്പിക്കാതെ, പിശാചൻ അവനെ കുറ്റബോധത്തിലേക്ക് നയിക്കുവാൻ ഒന്നും ശേഷിപ്പിക്കാതെ അവന്റെ നാവ് കൊണ്ട് പറഞ്ഞതിനെ അവന്റെ നാവ് കൊണ്ട് തന്നെ തിരുത്തി പറയിപ്പിച്ചില്ലേ? ഞാൻ ദൈവരാജ്യത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ പറയാം. പത്രോസ് തള്ളിപ്പറഞ്ഞത് യേശുവിനോടല്ല പറഞ്ഞേ, പുറത്താ പറഞ്ഞേ അല്ലേ? ലോകത്തോടാ ഞാൻ ഇവനെ അറിയത്തില്ലെന്ന് പറഞ്ഞേ. പക്ഷെ ലോകത്തോട് പറഞ്ഞതിനെ യേശുവിൻ്റെ മുമ്പിൽ തിരുത്തി പറയിപ്പിച്ചേ. സ്തോത്രം. എല്ലാവർക്കും കർത്താവ് ഒരു ചാൻസ് തരും. ദൈവരാജ്യത്തിനകത്ത് എപ്പോഴും ഒരു ചാൻസ് ഉണ്ട്. സ്തോത്രം, സ്തോത്രം. എത്ര തവണ തെറ്റി ഒഴിഞ്ഞെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ മുമ്പിൽ അത് ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ. പത്രോസ് ഏറ്റു പറയുന്നത് യേശുവിൻ്റെ മുമ്പിലാ, പക്ഷേ കുറ്റം പറഞ്ഞത് യേശുവിൻ്റെ മുമ്പിലല്ല, ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ, പടയാളിയുടെ മുമ്പിൽ. അങ്ങനെ വ്യത്യസ്ത നിലകളിലാ യേശുവിനെ തള്ളിപ്പറഞ്ഞത്. ഞാൻ ഇന്ന് ആത്മാവിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാ. ലോകത്തിൻ്റെ മുമ്പിൽ, ലോക മനുഷ്യരുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞതിനെ അവരോട് ഏറ്റു പറയാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ കേട്ടോ, ഇത് ഭയങ്കരമായിട്ടൊന്ന് തുറക്കുക. ഇത് അൺലോക്ക് ആകുന്ന, ചിലതിനെ തുറക്കുന്ന താക്കോലാണിത്. സ്തോത്രം. ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റുകൾ, ജീവിതത്തിൽ വന്ന കുറവുകളെ, സ്തോത്രം, ചെയ്ത പാപങ്ങളെ ആ സാഹചര്യത്തിനകത്ത് ഇറങ്ങിച്ചെന്ന് പറയാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിയത്തില്ലായിരിക്കാം. കൂടെ ജോലി ചെയ്ത, കൂടെ പഠിച്ച, ഒരുപക്ഷെ കൂടെ ശുശ്രൂഷ ചെയ്ത, പല മേഖലകളുടെ അകത്ത് വന്ന തെറ്റുകളെ ആ വ്യക്തിയുടെ അരികിലേക്ക് ചെന്ന് പറയാനുള്ള സാഹചര്യം ഇപ്പം ഇല്ലായേക്കാം. പക്ഷെ അവിടെ പറ്റിയ തെറ്റിനെ യേശുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞാൽ, അവിടെ പറ്റിയ കുറവിനെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ, നിയോഗത്തിന്റെ താക്കോലിനെ വീണ്ടും കരത്തിലേക്ക് കൈമാറി മാളിക മുറിക്കകത്ത് കയറ്റിക്കൊണ്ടുവന്ന് ഉയരത്തിലെ ആത്മാവിനെ പകർന്ന് അടുത്തൊരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി പത്രോസിനെ ഉപയോഗിച്ചതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ അങ്ങനെ ഉപയോഗിക്കാൻ പോകയാ. വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ പറ്റുന്നവർ ആ കരം ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടു. പത്രോസ് തള്ളിപ്പറഞ്ഞത് പുറത്ത്, ഏറ്റുപറഞ്ഞത് യേശുവിനോട്. പുറത്തു പറ്റിയ തെറ്റിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞാൽ, സ്തോത്രം, അതിനകത്ത് പരിഹാരം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് എബ്രായലേഖനം 12:24 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്ന യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അരികിലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഒറ്റ മധ്യസ്ഥൻ, ആകാശത്തിനും ഭൂമിക്കും നടുവിൽ അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി. ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി. മറ്റൊരു മധ്യസ്ഥനില്ല. യേശുവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നതിനെ ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ കർത്താവ് അതിന് പരിഹാരം വരുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. പത്രോസിന് ഉറപ്പാ, ഞാൻ പ്രാർത്ഥിച്ചാൽ തബീഥയുടെ മരണത്തിന്റെ സ്വാധീനം പൊട്ടിമാറും. ശവത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചു. 2 ആശയങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വെച്ചത്. മരണത്തെ നീക്കിയ പ്രാർത്ഥന. 1, ചുവരിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചു. ആഹാസിന്റെ ഘടികാരം തിരികെ കറങ്ങി, സ്വന്തം മരണം വഴിമാറി. 2, പത്രോസ് ശവത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം.
കാലുകൾ കെട്ടി ശരീരം മുഴുവൻ ശീലകൾ കൊണ്ട് ചുറ്റി കല്ലറയ്ക്കകത്ത് പൂട്ടിക്കളയേണ്ട പെൺകുട്ടിയെ മാളിക മുറിക്കകത്ത് ദൈവം എഴുന്നേൽപ്പിച്ചു. ശവത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ശവത്തിനകത്ത് ജീവൻ വ്യാപരിക്കുകയാണ്. മുട്ടുകുത്തി പ്രാർത്ഥിച്ച് അവളുടെ നേരെ തിരിഞ്ഞൊറ്റ കൽപ്പനയാ. ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രശ്നത്തെ നോക്കി കൽപ്പിക്കുമ്പോൾ അത്ഭുതം വെളിപ്പെട്ടു വരും. മൂന്നാമതൊന്നുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകയാ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22 അധ്യായം 42 വാക്യം. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പാനപാത്രത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചു. ഇനി എന്നെ നോക്കിക്കേ, ദൈവപുത്രൻ ആ പാനപാത്രത്തെ നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല ഹിതത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയത്. എന്താ പാനപാത്രം? ഞാൻ ഇങ്ങനെ പറയും, മാനവകുലത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ കയ്പുനീരാകുന്ന പാനപാത്രമല്ലേ അത്? സ്തോത്രം. ഗത്സമനയിലല്ലേ ആ പ്രാർത്ഥന നടക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ പ്രധാനമായും 3 ഏറികളിലൂടെയല്ലേ കർത്താവ് കടന്നു പോകുന്നത്. ഒന്ന് ഗത്സമനയാ, 2 ഗബഥയാ, 3 ഗോൽഗോഥയാ. ഗത്സമനയുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? 3.5 കൊല്ലം കൂടെ നടന്നവൻ കേവലം 30 വെള്ളിക്കാശിന് നാഥനെ ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്ന സ്ഥലം. ഞാൻ പറയും അത് പ്ലേസ് ഓഫ് റിജക്ഷനാണ്. സ്തോത്രം. കൂടെ നടന്നവൻ പോലും നിസാര ലാഭത്തിന് വേണ്ടി തള്ളിക്കളയുന്ന സ്ഥലം. 2 ഗബഥ. ഗബഥയുടെ പ്രത്യേകത, 1 കുറേ 40 അടികൾ അഥവാ 39 അടികൾ ചാട്ടവാറ് കൊണ്ട് ഏൽക്കുന്ന സ്ഥലമാണ്. അത് മുറിയപ്പെടുന്ന സ്ഥലമാണ്. 3 ഗോൽഗോഥയാ. ഗോൽഗോഥ 2 കള്ളന്മാരുടെ നടുവിൽ ഇരുകരവും വിരിച്ച് ദൈവപുത്രൻ എന്നേക്കുമായിട്ട് തകർക്കപ്പെടുന്ന സ്ഥലം. സ്തോത്രം. ഗത്സമന തള്ളപ്പെടുന്ന സ്ഥലമാണെങ്കിൽ, ഗബഥ മുറിവേൽക്കപ്പെടുന്ന സ്ഥലമാണെങ്കിൽ, ഗോൽഗോഥ തകർക്കപ്പെടുന്ന സ്ഥലമാണ്. യേശുവിന് ഇത് 3 സ്ഥലമാണ്. നമ്മിൽ പലർക്കും ഇത് 3 അനുഭവമല്ലേ? പലരും തള്ളിക്കളഞ്ഞില്ലേ? ചേർത്ത് നിർത്തേണ്ടവർ തള്ളിക്കളഞ്ഞില്ലേ? കരുതേണ്ടവർ അകറ്റിയില്ലേ? സ്തോത്രം. ചേർത്ത് സ്നേഹിക്കേണ്ടവർ മുറിവേൽപ്പിച്ചില്ലേ? കരുതേണ്ടവർ നമ്മളെ എന്നേക്കുമായിട്ട് തകർത്ത് കളഞ്ഞില്ലേ? ഇന്ന് ഞാനൊരു വാചകം ഇങ്ങനെ നിയോഗത്തോടെ പറയുകയാ. മറ്റാരുടെയും ജീവിതത്തിൽ ഉണ്ടാകാത്ത ഗത്സമനയും ഗബഥയും ഗോൽഗോഥയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മറ്റാർക്കും തുറക്കാത്ത മഹത്വത്തെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. ഗത്സമനയിൽ യേശുവിന്റെ പ്രാർത്ഥന കണ്ടോ? ലോർഡ്, കഴിയുമെങ്കിൽ ഇതൊന്നും നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അന്ന് മാനവകുലത്തിന്റെ മുഴുവൻ മരണം മാറിയില്ലേ? ഓ, 3 പ്രാർത്ഥന. ഹിസ്കിയാവ് ചുവരിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സ്വന്തം മരണം വഴിമാറി. സ്തോത്രം. പത്രോസ് ശവത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ മരണം വഴിമാറി. ഒടുവിലിതാ യേശു കർത്താവ് പാനപാത്രത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം മരണമല്ല, മറ്റൊരു വ്യക്തിയുടെ മരണമല്ല, മാനവകുലത്തിന്റെ മുഴുവൻ മരണത്തെയും വഴിമാറ്റാനുള്ള ദൈവശക്തിയല്ലേ അന്നവിടെ വ്യാപരിച്ചത്. ഇന്ന് ഈ 5-ാമത്തെ രാത്രിയിലും ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കളോട് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കൈമാറാൻ ഒരു സന്ദേശമുണ്ട്. എന്റെയും നിങ്ങളുടെയും നിത്യ മരണത്തെ മാറ്റേണ്ടതിനായി കാൽവറിയിൽ തകർക്കപ്പെട്ട ദൈവപുത്രന്റെ മഹത്വത്തെ നമ്മുടെ നടുവിലേക്ക് കർത്താവ് കൈമാറാൻ പോകുകയാ. അവന്റെ കരം തുളയ്ക്കപ്പെട്ടത് കൊണ്ടാ നമ്മുടെ കരം നിറയപ്പെടുന്നത്. അവന്റെ ശിരസ് താഴ്ന്നപ്പെട്ടത് കൊണ്ടാ നമ്മുടെ ശിരസ് ഉയരപ്പെടുന്നത്. അവൻ മരണത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാ നമ്മൾ ജീവന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്. വിശ്വസിക്കാൻ കഴിയുന്നവർ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. മരണത്തെ ജയിക്കുക. ഗ്ലോറി ടു ജീസസ്. ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയിലും പത്രോസിന്റെ പ്രാർത്ഥനയിലും ചലിക്കാത്തൊരാത്മതലം യേശുവിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ചലിച്ചു. അവൻ മരണത്തെ ആസ്വദിച്ചു, മരണത്തെ റിസീവ് ചെയ്തു, അവൻ അതിനെ ജയിച്ചു. സത്യത്തിൽ ഈ പാനപാത്രം കുടിക്കാതെ കൂടെ നിൽക്കുന്നവനെ തള്ളിക്കളയാൻ പോലും പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഈ നിസാര ലാഭത്തിന് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസിനെ നോക്കിക്കേ. കേവലം 30 വെള്ളിക്കാശ് ലാഭത്തിന് കൂടെ നടന്ന കർത്താവിനെ ഒറ്റിക്കൊടുക്കുക. ഇതേ യൂദാസ് അല്ലേ കുറെ നാളുകൾക്ക് മുമ്പ് ഒരിക്കലൊരു ചോദ്യം ചോദിച്ചു. ഈ ലാസറിന്റെ ബഥാനിയിൽ ലാസറിന്റെ വീട്ടിൽ ലാസറിനെ ഉയർപ്പിച്ചിട്ട്
അടുത്ത ദിവസങ്ങളിൽ യേശുവിന് അവരൊരു അത്താഴം കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മധ്യത്തിൽ ലാസറിൻ്റെ സഹോദരി മറിയ ഒരു പാത്രത്തിനകത്ത് സ്വച്ഛതയുടെ മാംസി തൈലം എടുത്തുകൊണ്ട് വന്ന് യേശുവിൻ്റെ അരികിൽ വന്നത് ഉടച്ച് യേശുവിൻ്റെ പാദത്തിൽ ഒഴിച്ച് തലമുടി കൊണ്ട് തുവർത്തിയെടുക്കുമ്പോൾ ഈ യൂദാസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാ ഇതിങ്ങനെ ചെയ്യുന്നത്? ഇത് 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തുകൂടെ? ഇവൻ്റെ ചോദ്യത്തിൻ്റെ ഇൻറ്റൻഷൻ എന്നാണെന്നറിയാവോ? എന്തിനാ ഇങ്ങനെ ഒരു ചെലവ്? ഇതുകൊണ്ട് ചാരിറ്റി ചെയ്യാൻ മേലെ എന്ന് യൂദാസ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തൻ്റെ നല്ല മനോഭാവം കൊണ്ടല്ല. അന്ന് ഒരു സഹോദരി വെളിപ്പാടിനകത്ത് അത് ചെയ്തപ്പോൾ ഇതുകൊണ്ട് ചാരിറ്റി ചെയ്യാൻ മേലെന്ന് 300 വെള്ളിക്കാശിന് വിറ്റ് ചാരിറ്റി ചെയ്യാൻ മേലെന്ന് ചോദിച്ചവൻ 30 വെള്ളിക്കാശിൻ്റെ ഓഫർ കിട്ടിയപ്പോൾ അവൻ വീണുപോയി. യൂദാസിൻ്റെ ഇൻറ്റൻഷൻ കണ്ടോ? ഇവന് ചെയ്യാൻ പറ്റാത്തത് വേറൊരാൾ ചെയ്തപ്പോൾ, തനിക്ക് ചെയ്യാൻ പറ്റാത്തത് വേറൊരാൾ ചെയ്തപ്പോൾ അവൻ്റെ അകത്ത് കടന്നത് പുറത്തു വരാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാനൊരു വെളിപ്പാട് ദൈവശബ്ദം കൈമാറുകയാ. ഒളിഞ്ഞും മറഞ്ഞു നിൽക്കുന്നതിലെ യൂദാസുമാരെ പരസ്യമായി കൊണ്ടുവരുന്ന ദൈവപ്രവർത്തിയെ ഈ പ്രാർത്ഥനയ്ക്ക് അനന്തരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മലോകത്ത് വെളിപ്പെടുത്താൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ മറഞ്ഞു നിൽക്കുന്ന ചിലതിനെ രംഗത്ത് കൊണ്ടുവരുന്ന ദൈവപ്രവർത്തി നിങ്ങൾ ശ്രദ്ധിക്കണം. 30 വെള്ളിക്കാശിന് നാഥനെ ഒറ്റിക്കൊടുത്തവൻ ഈ പണക്കിഴിയായിട്ട് വീട്ടിൽ പോയി. അച്ഛാ, വീട്ടിൽ ചെന്നപ്പോൾ കുറ്റബോധം ഉണ്ടായി. ഇവൻ എന്നാ ചെയ്യുന്നറിയാമോ? ഈ പണവുമായിട്ട് ആലയത്തിൽ വന്ന് പുരോഹിതന്മാരുടെ കയ്യിലേക്ക് കൊടുക്കുക. അവരത് സ്വീകരിച്ചില്ല. നിന്നോട് കൂടെ നശിക്കട്ടെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടു. യൂദാസ് പോകുന്ന വഴിയിൽ എന്നാ ചെയ്തേ? ഈ പണക്കിഴി ആലയത്തിന്റെ ഭണ്ഡാരത്തിനകത്തിട്ടു. പിന്നെ എഴുതിയിരിക്കുന്നത്, ഒരു മരത്തിന്മേൽ കയറി കെട്ടിഞ്ഞാന്ന് ചത്തു. യൂദാസിനോട് ദൈവത്തിന് മൗനമായി പറയാനൊരു ദൂതുണ്ട്. നിന്റെ അനുതാപം കൃത്യമാണെങ്കിൽ നീ മരത്തിൽ കയറണ്ട, നീ കുരുക്കിടണ്ട, നീ തൂങ്ങണ്ട. നീ ഒറ്റ നിമിത്തം നിന്റെ നാഥൻ ഒരു മരം ചുമന്നുകൊണ്ട് വരുന്നുണ്ട്. അതിന്റെ ചുവട്ടിൽ നിന്റെ ഒരു തുള്ളി കണ്ണുനീര് വീണാൽ യൂദാസൻ നിന്റെ മരണം പോലും മാറ്റാൻ കഴിയുന്ന ദൈവശക്തി ആ കാൽവരി ക്രൂശിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. ഹല്ലേലൂയ. ചില യൂദാസുമാരെ പരസ്യമായി തൂക്കുന്ന ദൈവപ്രവർത്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാക്കാൻ പോകയാ. ബോധ്യമാകുന്ന ദൈവമക്കൾ നന്നായിട്ട് കർത്താവിന് ആരാധന കൊടുത്തു. ഒളിഞ്ഞും മറഞ്ഞും ഇരുന്ന് അവസരം കിട്ടുമ്പോൾ അവസരവാദികളായി ഒറ്റിക്കൊടുക്കുന്ന ചിലതിനെ പരസ്യമായി തൂക്കുന്ന ദൈവപ്രവർത്തികളുടെ നിയോഗത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് തുറക്കട്ടെ. ആത്മതലത്തിൽ അത് വെളിപ്പെട്ട് വരട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ശ്രദ്ധിച്ച, ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്യാൻ പോവാ. കർത്താവ് അത് ചെയ്യാൻ പോവാ. ഓഫർ കിട്ടിയപ്പോൾ മറന്നു കളഞ്ഞു. ഒരൊറ്റ ഓഫർ കിട്ടിയപ്പോൾ കൂടെ കൊണ്ടു നടന്നവനെ മറന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് 12 കൊട്ട ശേഷിപ്പ് വന്നപ്പോൾ 12 ശിഷ്യന്മാരുടെ എണ്ണത്തിന്റെ ക്രമത്തിൽ 12 കൊട്ട ശേഷിപ്പിച്ചപ്പോൾ ഇവനും ഉണ്ടായിരുന്നു ഒരു കൊട്ട. കൂടെ നടന്നപ്പോൾ ഒന്നിനും കുറവില്ലായിരുന്നു. അവസരങ്ങൾ കൊടുത്തു, വളർത്തി, വെളിപ്പാടുകൾ കൊടുത്തപ്പോൾ ആ യൂദാസിനും കൊടുത്തു. പക്ഷേ നിസാരമായ ഒരു ഓഫർ കിട്ടിയപ്പോൾ കൊണ്ടു നടന്നവനെ മറന്നു കളഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു, മനുഷ്യരും മറന്നു കളക്കും. കൂടെ നിന്ന് പണം സൂക്ഷിച്ച് നടന്നവൻ തന്നെ പണം നിമിത്തം ഒറ്റുകാരനാകാൻ സാധ്യതയുണ്ട്. പണം സൂക്ഷിപ്പുകാരും മനസാക്ഷി സൂക്ഷിപ്പുകാരും ഒക്കെ ഒറ്റുകാരായി വഴിമാറിപ്പോയെന്ന് പറഞ്ഞാലോ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ സ്വർഗത്തിലെ പിതാവിന്റെ മഹത്വത്തെ ഈ രാത്രി റൂഫിംഗ് പൊളിച്ച് കർത്താവ് ഇതിനകത്ത് കൈമാറാൻ പോകുകയാണ്. കൂടെ നിന്നവർ ഒറ്റുകാരായി തീർന്നാലോ ഒരു നാളും കൈവിടാത്ത ദൈവത്തിന്റെ മഹത്വം വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിന് ആരാധന കൊടുത്താട്ടെ. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ദൂതിന്റെ ഗൗരവം നിങ്ങൾ ശ്രദ്ധിച്ചേ. നിസാര ലാഭത്തിനൊറ്റി. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി കണ്ടോ? യേശുവിനെ മരക്കുരിശി കയറ്റുന്നതിന് മുമ്പ് യൂദാസിനെ മരത്തെ തൂക്കിയില്ലേ? ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ത്യൻ പീനൽ കോഡ് അല്ല നമ്മുടെ നീതി നടപ്പിലാക്കുന്നത്. നമുക്ക് വേണ്ടി നീതി നടപ്പിലാക്കാൻ സ്വർഗരാജ്യത്തിന്റെ നീതിന്യായ കോടതിയുണ്ട്. ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത ദൈവപ്രവർത്തികളെ ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൽപ്പിച്ചാക്കാൻ പോകുകയാ.
ഹല്ലേലൂയ. നമ്മുടെ നീതി നടപ്പിലാക്കുന്ന, നമുക്ക് വേണ്ടി വാദിക്കുന്നത്, നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുവാൻ, നമ്മുടെ പക്ഷപാതം ചെയ്യുവാൻ, നമുക്ക് അനുകൂലമായി നമുക്ക് സാക്ഷി നിൽക്കുവാൻ ഈ ലോകത്ത് ആരുമില്ലെങ്കിലും ആകാശം ചായിച്ചു സ്വർഗം തുറന്ന് തേജസ്സിന്റെ കർത്താവ് മുഴുമഹത്വത്തോടെ ഇറങ്ങി വരുന്ന രാത്രിയാക്കി ഈ രാത്രിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുകയാ. നിനക്ക് വേണ്ടി കർത്താവ് ഈ ദൂതനെ കൈമാറുകയാ. കൂടെ നിന്ന്, കൂടെ കൈതട്ടി, കൂടെ ആരാധിച്ച്, കൂടെ അന്യഭാഷ പറഞ്ഞ്, കൂടെ വേദി പങ്കിട്ട്, കൂടെ നന്മ അനുഭവിച്ച പലരും നിസാര ഓഫറിന് മുമ്പിൽ മറന്നു കളഞ്ഞ് ഒറ്റിക്കൊടുത്തെങ്കിൽ മറന്നു. എനിക്കറിയില്ല, വാക്ക് കർത്താവ് എനിക്ക് തരുന്നു. മറന്നു കളഞ്ഞു. നിങ്ങളുടെ വേദി അവർക്ക് വേണമായിരുന്നു, നിങ്ങളുടെ ബന്ധങ്ങൾ അവർക്ക് വേണമായിരുന്നു, നിങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ അവർക്ക് വേണമായിരുന്നു, നിങ്ങളുടെ അവസരങ്ങൾ അവർക്ക് വേണമായിരുന്നു. പക്ഷെ ലാഭം കിട്ടിയപ്പോൾ മറന്നു കളഞ്ഞവരുടെ നടുവിൽ ദൈവം ജനത്തെ മാനിക്കുന്ന രാത്രിയാക്കി. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ നോക്കിക്കേ പ്രിയരെ. യേശുവിനെ മരക്കുരിശെ കയറ്റുന്നതിന് മുമ്പ് യൂദാസിനെ മരത്തെ കയറ്റിയില്ലേ? ദൈവം നീതി വെളിപ്പെടുത്തിയില്ലേ? നല്ല ന്യായാധിപതിയായ പീലാത്തോസ് നടത്തിയതിനേക്കാൾ ശ്രേഷ്ഠകരമായ വിധി സ്വർഗത്തിലെ ദൈവം നടത്തിയില്ലേ അവിടെ? ദൈവപുത്രന് മരണത്തിനകത്തേക്ക് കയറാൻ ഭയമില്ല. അതുകൊണ്ടാ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് പരസ്യമായി പറയുന്നുണ്ട്, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ, 3 നാൾ കൊണ്ട് ഞാൻ ഇതിനെ പണിയും. പൊളിച്ചോ, ഇതിനെ പണിയുന്നൊരു ദൈവമുണ്ട്. സാത്താനെ നീ എത്ര തകർത്താലും, എത്ര ചിതറിപ്പിച്ചാലും, എത്ര നശിപ്പിച്ചെന്ന് പറഞ്ഞാലും ഇതിനെ അടുക്കിക്കൂട്ടി വീണ്ടും ഉയർപ്പിക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് ആത്മാവ് ഇതിനകത്ത് ചിലരോട് കൈമാറുകയാ. ദൈവസഭയെ മനുഷ്യരും പിശാചിന്റെ ഏജന്റുമാരുമൊക്കെ എത്രത്തോളം തകർത്ത് കളഞ്ഞെന്ന് പറഞ്ഞാലും തകർച്ചയ്ക്കകത്ത് നിന്ന് വീണ്ടും അടുക്കിക്കൂട്ടാൻ, വീണ്ടും പണിയാൻ കഴിയുന്നൊരു നല്ല കർത്താവിന്റെ നിറഞ്ഞ സാന്നിധ്യം ഈ ശുശ്രൂഷയുടെ അവസാന മിനിറ്റുകളിൽ ഇതിനകത്ത് വ്യാപരിക്കാൻ പോകുകയാണ്. നിയോഗമുള്ള ദൈവവൃത്യന്മാർ, നിയോഗമുള്ള ദൈവമക്കൾ പട്ടണത്തിനകത്ത് ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഇന്ന് രാത്രി 2025 8-ാം മാസത്തിന്റെ 15-ാമത്തെ രാത്രി ദേശം ഇതുവരെ കാണാത്തൊരു ഗ്ലോറിയെ ദൈവത്തിന്റെ ആത്മാവ് ചലിപ്പിക്കാൻ പോയാ. വിശ്വസിക്കാൻ പറ്റുന്നവർ ആ കരം ചേർത്തടിച്ച് വായി തുറന്ന് അന്യഭാഷ അടയാളത്തോടെ പ്രാർത്ഥിക്കാൻ യൂദാസുമാരെ പരസ്യമായിട്ട് ഈ മെസ്സേജിന് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് കർത്താവ് ഇവിടെ ഇടുന്നു. യൂദാസുമാരെ പരസ്യമായിട്ട് തൂക്കുന്ന ദൈവപ്രവൃത്തി. ദൈവപുത്രൻ മരണത്തിനകത്തേക്ക് കയറുക. ഞാൻ പറയുന്നു, അവൻ മരണം ആസ്വദിച്ചു, അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു, മരണത്തിൻ്റെ മുമ്പിൽ തന്നെത്താൻ ഏൽപ്പിച്ചു. ഇത് പിതാവിൻ്റെ പ്രോജക്റ്റാ. യൂദാസേ, ഇത് നിന്റെ ഹിതമല്ല. കാരണം പീലാത്തോസിന്റെ മുമ്പിൽ യേശു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മുകളിൽ നിന്ന് ഉയരത്തിൽ നിന്ന് അനുവാദം കിട്ടാതെ നിനക്ക് എന്നെ തൊടാൻ പറ്റില്ല. കൂടെ നിന്നവൻ തിരിഞ്ഞതും പിതാവിന്റെ പ്രോജക്റ്റിനകത്തുള്ളതാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഗത്സമനയിൽ റോമൻ പടയാളികൾ കയറി വന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നതും സ്തോത്രം, ഹന്നാവിൻ്റെയും കയ്യഫാവിൻ്റെയും പീലാത്തോസിൻ്റെയും ഹെരോദാവിൻ്റെയൊക്കെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നതും ഒക്കെ സ്വർഗത്തിലെ ദൈവത്തിന്റെ അജണ്ടയ്ക്കകത്തുള്ളതാ. ഞാൻ ഇന്ന് ആരോടോ പറയുന്നു, ദൈവത്തിന്റെ ഹിതത്തിനകത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അനർത്ഥങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ അനർത്ഥം നിങ്ങളുടെ അവസാനമല്ല. ആ അനർത്ഥത്തെ തകർത്ത് മാറ്റിക്കൊണ്ട് ചില ദൈവിക നിയോഗങ്ങളിലേക്ക് കർത്താവ് നിങ്ങളെ നയിക്കാൻ പോകുകയാ. ഇത് നിന്റെ അവസാനമല്ല, ഇതിനെ കർത്താവ് ചിലതിന്റെ ആരംഭമാക്കി മാറ്റാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. ഇത് നിന്റെ അവസാനമല്ല. ഇതുകൊണ്ട് നീ തീരില്ല. ഇന്നിന്റെ പ്രതിസന്ധി കൊണ്ട് നീ അവസാനിക്കത്തില്ല. ഇവിടെ നിന്നും അടുത്തൊരു കാലഘട്ടത്തെ തുറക്കാൻ കഴിയുന്ന ദൈവപ്രവർത്തിയുടെ ചലനങ്ങൾ ആത്മാവ് ഇതിനകത്ത് വെളിപ്പെടുത്താൻ പോകുകയാണ്. സാകേത് ദേശത്തിന്റെ നടുവിൽ ദൈവസഭയ്ക്ക് വേണ്ടി അടുത്തൊരു സീസൺ തുടങ്ങേണ്ടതിനായി, അടുത്തൊരു കാലഘട്ടം തുടങ്ങേണ്ടതിനായി അങ്ങനത്തെ ഒരു ദൈവപ്രവർത്തി ഇതിനകത്ത് ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയം. കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണം. മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിന്റെ കൈപ്പിനീരാകുന്ന പാനപാത്രം, ലോകത്തിന്റെ മരണത്തെ അവൻ റിസീവ് ചെയ്തു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏകന്റെ ലംഘനത്താൽ, റോമൻസ് 5:17, ഏകന്റെ ലംഘനത്താൽ മരണം വാണു. ഒന്നാമത്തെ തോട്ടം ഏദൻ തോട്ടത്തിനകത്തൊരുവന്റെ ലംഘനം മരണം വാഴ്ച നടത്തിയെങ്കിൽ, രണ്ട് ഗത്സമനയിൽ മറ്റൊരു തോട്ടം, ഒരു ഗാർഡനിൽ മരണം വന്നു കയറിയെങ്കിൽ മറ്റൊരു ഗാർഡനിൽ മരണത്തിന് പൂർത്തീകരണം വരുത്തുക.
മരണത്തിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ എഴുതിയത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. സ്തോത്രം. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ അകത്തേക്ക് ആ ജീവനെ കർത്താവ് പകർന്നിരിക്കുന്നത്. ഈ ഭൂമി കൊണ്ട് തീരാത്ത, ഇവിടുത്തെ ആയുസ് കൊണ്ട് തീരാത്ത നിത്യജീവനാണ് നമ്മുടെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതിനെ തകർക്കാൻ ആർക്കും പറ്റില്ല. സ്തോത്രം. കർത്താവ് തൻ ഗംഭീരനാദത്തോടു, പ്രധാന ദൂതന്റെ ശബ്ദത്തോടു, ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ നമുക്ക് മുമ്പേ സ്തോത്രം ഉയർക്കും. ജീവനോടെയുള്ള നാം അവനോടുകൂടെ രൂപാന്തരപ്പെട്ട മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുമെന്നുള്ള ദൈവവചനം പോലെ മരണം തൊടാത്തൊരു തലമുറയെ, മരണത്തിന് കർത്തൃത്വം നടത്താൻ കഴിയാത്തൊരു തലമുറയെ ഈ രാത്രി പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകയാ. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ഒരുമിച്ച് കർത്താവിന് ആരാധന കൊടുത്തു. വാളിന്റെ ഉപദ്രവമില്ലാത്ത, വാക്കുകളുടെ ഉപദ്രവമില്ലാത്ത, പൈശാചിക പോരാട്ടമില്ലാത്ത, ബന്ധനങ്ങളില്ലാത്ത ഒരു നിത്യജീവൻ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ ജീവന്റെ മഹത്വത്തിനകത്ത് എന്നെ ഉറപ്പിക്കുന്ന ഒരു ആത്മതലത്തെ കർത്താവ് എനിക്ക് വേണ്ടി കൈമാറുമെന്ന്. ആ മഹത്വം, ആ വെളിപ്പാടുള്ളവർ പ്രതിസന്ധിയുടെ മുമ്പിൽ തകരത്തില്ല. ആ ഉറപ്പുള്ളവർ പ്രതികൂലത്തിന്റെ മുമ്പിൽ കരയത്തില്ല. അവർ പ്രതികൂലത്തിന്റെ മുമ്പിലും തന്റെ ഇടത്തോടെ വിളിച്ചു പറയൂ, എന്നെ തകർക്കാൻ നിനക്ക് കഴിയത്തില്ല, എന്നെ ഇല്ലാതാക്കാൻ നിനക്ക് കഴിയത്തില്ല, എന്റെ അകത്ത് വ്യാപരിക്കുന്നൊരു ജീവന്റെ മഹത്വം ഉണ്ടെന്ന്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ജീവനല്ല നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത്. നമ്മുടെ മരണത്തെ അവൻ റിസീവ് ചെയ്ത് അവന്റെ ജീവനെ നമ്മളിലേക്ക് പകരുവല്ല ചെയ്തേ. ഇനി എന്നെ ശ്രദ്ധിക്കണം. യേശുവിലേക്ക് ഒരാൾ കണക്ട് ആയാൽ, സ്തോത്രം, നമ്മിലുള്ളത് അവൻ എടുക്കും, അവനിലുള്ളത് നമ്മിലേക്ക് കൈമാറും. പാനപാത്രം അവൻ റിസീവ് ചെയ്തു, ജീവന്റെ ആത്മാവിനെ നമുക്ക് വേണ്ടി കൈമാറി. സ്തോത്രം. അതുകൊണ്ട് റോമലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നമ്മുടെ മരണത്തെ അവൻ റിസീവ് ചെയ്ത് അവന്റെ ജീവനെ നമുക്ക് കൈമാറി. രക്തത്താൽ ജയം. ഈ 12 കൊല്ലം രക്തസ്രാവമുള്ള സ്ത്രീ വിവിധ വൈദ്യന്മാരുടെ അരികിൽ പോയി ചികിത്സിച്ചിട്ടും ഭേദം വരാതെ ആ തെരുവിൽ എവിടെ ഇരുന്നപ്പോൾ അവൾ കേട്ടു, നസ്രായൻ ഇതുവഴി പോകുന്നുണ്ട്, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്നുള്ള പ്രതീക്ഷയോടെ അവൾ എഴുന്നേറ്റു. സ്ത്രീക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ആരോഗ്യമുണ്ടോ എനിക്കറിയില്ല, പക്ഷേ ആ പുരുഷാരത്തിൻ്റെ നടുവിൽ അവൾ നിവർന്ന് നിന്നു, വിശ്വാസത്തിൻ്റെ ചുവട് വെച്ചു. അവൾ വിശ്വാസത്തോടെ കൈ നീട്ടി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ കയറി തൊട്ടു. നമുക്കറിയാം, മോശയുടെ പ്രമാണം 10 കൽപ്പനകളും 600-ലധികം ഉപകൽപ്പനകളും ഉൾപ്പെടുന്ന ന്യായപ്രമാണം പറയുന്നു, ഇവൾ അശുദ്ധയാ, ഇവൾ പുരുഷാരത്തിൻ്റെ നടുവിലേക്ക് വരാൻ പാടില്ല. ഇവളെ ആരെങ്കിലും തൊട്ടാലും ഇവൾ ആരെങ്കിലും തൊട്ടാലും അവർ അശുദ്ധരാ. സ്തോത്രം. പക്ഷെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ഇവൾ തൊടുമ്പോൾ ഇവിടെ അശുദ്ധി യേശുവിലേക്ക് വ്യാപരിക്കുകയല്ല ചെയ്തത്, യേശുവിന്റെ വിശുദ്ധി അവളിലേക്ക് വ്യാപരിച്ചു. മോശയുടെ പ്രമാണം പറയുന്നു, ന്യായപ്രമാണം പറയുന്നു, ഈ സ്ത്രീ ആരെങ്കിലും തൊട്ടാൽ ഇവളുടെ അശുദ്ധി അങ്ങോട്ട് സ്പ്രെഡ് ആകൂ. പക്ഷെ അവക്കൊരു കാര്യം ഉറപ്പാ, ന്യായപ്രമാണത്തിന് പൂർത്തി വരുത്താൻ കഴിയുന്നവനാ. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതന എന്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കുന്നത്. അവന്റെ വസ്ത്രത്തിൽ തൊട്ടാൽ എന്റെ ഉള്ളിലുള്ളത് അവനിലേക്ക് പകരുമെന്നല്ല, അവനിലുള്ളത് എന്നിലേക്ക് വ്യാപരിക്കൂ. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ആത്മാവ് ഇടപെടുകയാ. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന സകല ദുരന്തങ്ങളെയോ അവൻ ആത്മാവിൽ ഏറ്റെടുത്ത് അവന്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവനെ നിന്നിലേക്ക് പകരാൻ കഴിയുന്ന ജീവന്റെ ഉറവിടമാ. വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രാർത്ഥിക്കാൻ പോകയാ. ജീവൻ വ്യാപരിക്കുന്നു, ജീവൻ പെനിട്രേറ്റ് ചെയ്ത് കയറാൻ പോവാ. അലോഫിസ് മാൻസറ്റേരിയ റബി അനഹത്തോറോഷി റാംസറ്റ മഹന്തറാനാസിയ. യേശുവിൻ്റെ ജീവൻ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. നമ്മുടെ മരണമാകുന്ന, നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം, അതാകുന്ന ആ കയ്പുനീരിനെ, ആ പാനപാത്രത്തെ അവൻ റിസീവ് ചെയ്തപ്പോൾ അവൻ്റെ ജീവൻ നമ്മിലേക്ക് വ്യാപരിച്ചു. അവന്റെ ജീവനകത്ത് വ്യാപരിക്കുന്ന ദൈവമക്കളെ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് ഒതുക്കാൻ പറ്റത്തില്ലെന്ന്, അവന്റെ ജീവനകത്ത് വ്യാപരിക്കുന്ന ദൈവമക്കളെ ഇന്നിന്റെ പ്രതിസന്ധിക്ക് തീർക്കാൻ പറ്റത്തില്ലെന്ന്, ഇന്നിന്റെ വേദനകൾക്ക് തകർക്കാൻ പറ്റത്തില്ലെന്ന്. മരണകരമാകുന്ന സകല രോഗബന്ധനങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറട്ടെ. സകല മരണത്തിന്റെ സ്പിരിറ്റുകളും യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. സകല മരണത്തിന്റെ സ്വാധീനങ്ങളും
ജീവൻ സ്പ്രെഡ് ആകുന്നു. സിറ്റിക്കകത്തേക്ക് ജീവൻ വ്യാപിക്കുന്നു. അതങ്ങനെ നമ്മുടെ മരണത്തെ അവൻ വലിച്ചെടുത്തിട്ട് അവന്റെ ജീവനെ കൈമാറി. അത് ആത്മാവിലല്ല കൈമാറിയേ. റോമാലേഖനം 8:11 ഇങ്ങനെ എഴുതി, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഉണ്ടോ? ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. എങ്ങനെയാ ജീവിക്കുവല്ല ചെയ്യുന്നത്? ജീവിപ്പിക്കപ്പെടും. എന്താ പൗലോസേ അങ്ങനെ എഴുതിയത്? ജീവിപ്പിക്കപ്പെടുമെന്ന് എഴുതിയത്. പൗലോസിന് മറ്റൊരർത്ഥത്തിൽ പറയാനുണ്ട്, ജീവിപ്പിക്കുന്ന ഒരു ആത്മാവിനെ അവൻ പകരും. ഇന്ന് ഈ ശുശ്രൂഷയുടെ അവസാന മിനിറ്റുകളിൽ ഇതിനകത്ത് ചലിക്കുന്ന ആത്മാവിന്റെ പ്രത്യേകതയാ, അത് ജീവിപ്പിക്കുന്ന ആത്മാവാണ്. പലരും പല സ്വാധീനം കൊണ്ട് നിങ്ങളെ ഒതുക്കിയിരുത്താൻ ശ്രമിക്കുമ്പോൾ, പല രോഗബന്ധനങ്ങളും പല പൈശാചിക മണ്ഡലങ്ങളും നിങ്ങളെ തകർത്തിരുത്താൻ ശ്രമിക്കുമ്പോൾ, ദൈവം പറയുന്ന ദൂതിത, എന്റെ ആത്മാവിനെ കൊണ്ട് ഞാൻ എന്റെ മക്കളെ ജീവിപ്പിക്കാൻ പോകുകയാ. നീ ജീവിക്കത്തില്ല, നീ നിലനിൽക്കത്തില്ലെന്ന് വിധി എഴുതിയവരുടെ മധ്യത്തിൽ തന്നെ നിന്നെ ജീവിപ്പിക്കുന്ന ആത്മാവിനെ ഈ മിനിറ്റുകളിൽ ആത്മാവ് ഇതിനകത്ത് പകരുമ്പോൾ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർ വായി തുറന്ന് അതരം ചലിപ്പിച്ച് കർത്താവിന് മഹത്വം കൊടുത്തു. അവരുടെ മീതെ അവൻ മരണത്തെ സദാകാലത്തേക്ക് മരിക്കില്ല. ഇമ്മോർട്ടാലിറ്റിയുടെ വെളിപ്പാടുകൾ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? പൗലോസ് എന്നാ പറഞ്ഞു വെക്കുന്ന കോരിന്തിലെ ദൈവമക്കളോട്? അന്ന് ആദാമിൽ എല്ലാവരും മരിച്ചതുപോലെ ഇന്ന് ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കുമെന്നല്ല, ജീവിപ്പിക്കപ്പെടും. ജീവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൊണ്ടാ. ജീവിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിപ്പിക്കുന്ന ഒന്ന് അതിനകത്ത് വ്യാപരിക്കും. അതാ റോമാലേഖനം 8:11 പൗലോസ് എഴുതിയിരിക്കുന്നത്, ജീവിപ്പിക്കുന്ന ആത്മാവ് വ്യാപരിക്കുമെന്ന്. അപ്പം നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജീവനല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശു തൻ്റെ മരണം കൊണ്ട് ലോകത്തെ ജയിച്ചില്ലേ? മരണം കൊണ്ട് പാപത്തെ ജയിച്ചില്ലേ? മരണം കൊണ്ട് അധമ പാതാളത്തെ അവൻ ജയിച്ചില്ലേ? ഓ റബ സന്തരാനിയ, മരണം കൊണ്ട് അവൻ ന്യായപ്രമാണത്തെ തികച്ചില്ലേ? സ്തോത്രം. യേശു തൻ്റെ മരണം കൊണ്ട് ലോകത്തെ ജയിച്ചെങ്കിൽ, ഞാനൊരു വാക്ക് പറയാ, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് അവൻ്റെ മരണമല്ല, അവൻ്റെ ജീവനാ. മരണം കൊണ്ട് അവൻ ലോകത്തെ ജയിച്ചെങ്കിൽ, ജീവൻ കൊണ്ട് അവൻ എന്തൊക്കെ സാധ്യമാ? മരണം കൊണ്ട് അവൻ ലോകത്തിന്റെ സകല വൻകരകളിലും വ്യാപരിച്ച മരണത്തിന്റെ കെട്ടിനെ പൊട്ടിച്ചെങ്കിൽ, അതിന്റെ മീതയാ ജീവന്റെ മഹത്വം. പ്രവചനത്തിന് അതീതമായി, വ്യാഖ്യാനത്തിന് അതീതമായി യേശുവിന്റെ ജീവന്റെ മഹത്വത്തെ വാഗ്ദത്തം നിവർത്തിക്കുന്നവരെ മരിക്കാൻ പറ്റത്തില്ലെന്ന്. പറ്റത്തില്ല. സ്തോത്രം. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ IPCയുടെ മുൻ ജനറൽ പ്രസിഡന്റ് ഡോക്ടർ KC ജോൺ സാർ അപ്പച്ചൻ പണ്ട് കൺവെൻഷൻ വേദികളിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർക്കുക, വാഗ്ദത്തം ഉള്ളൊരു ദൈവവേദനയുടെ തലേ കൂടെ ലോറി കയറി ഇറങ്ങിയാലും അവൻ എഴുന്നേറ്റ് നിൽക്കും, അവൻ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കും. എന്നാ കാരണം എന്നറിയാവോ? എന്നെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തവാ. 119 സങ്കീർത്തനക്കാരൻ പാടിയില്ല, നിന്റെ വാഗ്ദത്തത്താൽ അടിയനെ ജീവിപ്പിക്കണമെന്ന്. അപ്പം നമ്മളെ ജീവിപ്പിക്കുന്നത് അകത്ത് വ്യാപരിക്കുന്ന ആരോഗ്യത്തിന്റെ ഗുണമോ മിടുക്കമാണോ? നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തമല്ലേ? നിങ്ങൾ പൗലോസിനെ നോക്കിക്കേ, 14 ദിവസം ആ കപ്പല്, സ്തോത്രം, ആ കടലിൽ ചുറ്റി വലഞ്ഞു. അദ്രിയാക്കടലിൽ മുങ്ങിത്താഴുവെന്ന് പലരും വിധി എഴുതി. പക്ഷെ പ്രാർത്ഥിച്ച ദൈവമനുഷ്യനൊരു വാക്ക് പറഞ്ഞു, സ്തോത്രം, ഞാൻ സേവിക്കുന്നവനും എൻ്റെ ഉടയവനുമാകുന്ന ദൈവം പറഞ്ഞിട്ടുണ്ട്, കപ്പല് തകർന്നാലും ആരുടെയും പ്രാണന് ഹാനി വരില്ല. സ്തോത്രം. ക്യാപ്റ്റൻ ഉൾപ്പെടെ പറഞ്ഞു മരിക്കും. സ്തോത്രം. പക്ഷേ അത്രയും തടവുകാരുമായി മെലീത്ത ദ്വീപിനകത്തേക്ക് നീന്തിക്കേറുവാൻ ഒരു അഭിഷക്തന്റെ നാവിന്ന് വന്ന ഒറ്റ വാക്കല്ലേ, ആരുടെയും പ്രാണന് ഹാനി വരില്ല. പൗലോസ ഇത് പറയാൻ എവിടുന്നാ തൻ്റെ ഇടം? നിങ്ങൾ മെലീത്ത ദ്വീപിലേക്ക് നോക്കിക്കേ, അവിടുത്തെ ബർബരന്മാർ അസാധാരണ ദയ കാണിച്ചു. തീ കൂട്ടി കൊടുക്കുക, ഭയങ്കര ശൈത്യം നിമിത്തം. പൗലോസ് ഒരു വിറക് കഷ്ണം പെറുക്കി കിട്ടുന്നു. തീക്കകത്തിൽ നിന്നൊരു വിഷജന്തു അണലി പുറത്തു വരുന്നു, പൗലോസിന്റെ കൈ കയറി ചുറ്റുന്നു. ദയ കാണിച്ചവർ തന്നെ പറഞ്ഞു, ഇവനൊരു കുലപാതകൻ. അതുകൊണ്ടാ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി ഇവനെ വെറുതെ വിടാത്തത്. സ്തോത്രം. മെലീത്തയിൽ
അവിടെ ഇരിക്കുന്ന ഒരു കുടിയിരിപ്പാ നീതിദേവി. ആ ദേവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാമ്പിന്റെ ശക്തി കണ്ടോ? അദൃശ്യമണ്ഡലത്തിൽ നീതിദേവി വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ദൃശ്യമേഖലയിൽ ഒരു നാഗത്തിന്റെ ശക്തി വെളിപ്പെട്ട് നിൽക്കുക. അത് മറ്റൊരു തടവുകാരനെ കൈ കയറി ചുറ്റാതെ, സ്തോത്രം, വിശ്വാസത്തോടെ വിറക് പെറുക്കിയിട്ടവന്റെ കൈ തന്നെ കയറി ചുറ്റി. കണ്ടു നിന്ന എല്ലാവരും പറഞ്ഞു, ദയ കാണിച്ചവർ തന്നെ പറഞ്ഞു, ഇവനൊരു കുലപാതകനാ. പൗലോസ് എന്നാ ചെയ്തേ? കൈ ചുറ്റിയതിനെ തീക്കകത്തേക്ക് കുടഞ്ഞു കളഞ്ഞില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അതേ സ്വരത്തിൽ തന്നെ ബർബരന്മാർ തിരുത്തി പറഞ്ഞില്ല, ഇവനൊരു ദേവനാണെന്ന്, കുലപാതകനാണെന്ന് പറഞ്ഞ, കറപ്റ്റഡ് ആണെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തിരുത്തി പറയിപ്പിക്കാൻ പൗലോസിന് വേണ്ടി മെലീത്തയിൽ ഇറങ്ങി വന്നൊരു ദൈവശക്തിയില്ലേ? എന്നോട് കർത്താവ് ഒരു പ്രവചന ശബ്ദം ഇങ്ങനെ പറയുന്നു, അഭിഷക്തരെ, അങ്ങയെക്കുറിച്ച് ആത്മലോകം പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകളെ തിരുത്തി പറയിപ്പിക്കേണ്ടതിനായി ഇന്ന് രാത്രികാലം ഒരു ദൈവകൃപയുടെ മഹത്വത്തെ ഈ അന്തരീക്ഷത്തിനകത്ത് പരിശുദ്ധാത്മാവ് കൈമാറുകയാ. അത് എനിക്കുള്ള ദൂതാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിന് ആരാധന കൊടുത്തു. നിന്നെ കുറിച്ച് പറഞ്ഞതിനെ നീതനും കുലപാതകനും എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുടെ മധ്യത്തിൽ ഇവനൊരു ദേവനാണെന്ന് പറയാൻ എന്റെ കർത്താവ് ഇന്ന് ഇതിനകത്ത് ചെയ്യുന്നൊരു കാര്യം ഞാൻ പറയാം. ഇങ്ങനെ ചിലതിനെ കുടയാനൊരു അഭിഷേകം. പൗലോസിന്റെ ഇമ്മ്യൂണിറ്റി ഭയങ്കരമാണ്. ഡിവൈൻ ഇമ്മ്യൂൺ പവറാ ഈ മനുഷ്യന്റെ അകത്ത് വ്യാപരിക്കുന്നത്. അണലിയുടെ, പാമ്പിന്റെ വിഷാകത്ത് കയറിയ ബ്ലഡ് ക്ലോട്ട് ആകാൻ സാധ്യതയുണ്ട്, കിഡ്നി പണിമുടക്കാൻ സാധ്യതയുണ്ട്, ഹാർട്ടിന്റെ പമ്പിങ് നിൽക്കാൻ സാധ്യതയുണ്ട്, ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ പലതും, സ്തോത്രം, തകരപ്പെടാൻ സാധ്യതയുണ്ട്. സ്തോത്രം, അന്ന് കാലം അതുവരെയുള്ള ചരിത്രം ഈ പാമ്പ് ആരെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ, ഒന്നെങ്കിൽ അവരുടെ ശരീരം തീർക്കും, അല്ലെങ്കിൽ അവർ മരിക്കും. സ്തോത്രം. പക്ഷെ പൗലോസ് പറയൂ, അണലിയുടെ വിഷം എന്റെ ശരീരത്തിനകത്തെ കർത്തൃത്വം നടത്താതെ വന്നോ അതിനെ കുടഞ്ഞു കളയാൻ ഒരു അഭിഷേകത്തെ, ഒരു ജീവന്റെ മഹത്വത്തെ കർത്താവിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് ഉറപ്പ് തരികയാ. ചില രോഗബന്ധനങ്ങളെ, ആയുസിനെ വെല്ലുവിളിക്കുന്ന ചില രോഗത്തിന്റെ സ്വാധീനങ്ങളെ ഈ അന്തരീക്ഷത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ആത്മാവിന്റെ തീക്കകത്തേക്ക് കുടഞ്ഞു കളയുന്ന സൂപ്പർ നാച്ചുറൽ അനോയിന്റിങ്. ഓ സെബാൻ ഹത്തിയാർ ഥരാനാസിയ, നിന്റെ ശരീരത്തെ കത്തിവെക്കാൻ ദൈവം അനുവദിക്കില്ല. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ സൗഖ്യമാകട്ടെ. ലെറ്റ് ബി ഹീൽ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിശ്വസിച്ചോ. ഈ ചർച്ചിനകത്ത് ഒരു പ്രത്യേക ക്ലൈമറ്റ് കർത്താവ് സെറ്റ് ചെയ്യുക. ഈ ചർച്ചിനകത്ത് ഒരു പ്രത്യേക സ്പിരിച്വൽ ടെമ്പറേച്ചർ കർത്താവ് സെറ്റ് ചെയ്യുക. ഒരു പ്രത്യേക സ്പിരിച്വൽ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിനകത്തേക്ക് ഒരാൾ കയറിയാൽ അണലിയുടെ വിഷ ശരീരത്തിൽ പ്രവർത്തിക്കത്തില്ല. ആ ടെമ്പറേച്ചറിനകത്ത് ഒരാൾ കയറിയാൽ പുറത്തുനിന്ന് വ്യാപരിക്കുന്ന ഒരു രോഗബന്ധനങ്ങൾക്ക് അവനെ ഒതുക്കാൻ കഴിയാതെ അത് നിന്റെ കാൽച്ചുവട്ടിലാകുന്നു. ആ മരണപ്പോര് നിന്റെ കാൽച്ചുവട്ടിലാകുന്നു. ആ മെഡിക്കൽ റിപ്പോർട്ടുകൾ നിന്റെ കാൽച്ചുവട്ടിലാകുന്നു. നിന്റെ ആയുസിനെ വെല്ലുവിളിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബ്രെയിനകത്ത് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹാർട്ടിന്റെ പമ്പിങ് നോർമൽ ആകട്ടെ. കിഡ്നിയുടെ ഫിൽട്രേഷൻ നോർമൽ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ ലങ്സിന്റെ പ്രവർത്തനം നോർമൽ ആകട്ടെ. ഓർഡർ തെറ്റിയത് മുഴുവൻ ഡിവൈൻ ഓർഡറിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. മരണകരമായി വെളിപ്പെട്ട് നിൽക്കുന്ന സകല മേഖലകളും ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ ജീവനാൽ, ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ ജീവനാൽ, ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ ജീവനാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോയാ. സമയം ഒത്തിരി അതിക്രമിച്ചു. പക്ഷെ ഒന്നറപ്പാ, ഈ ജീവനകത്തേക്ക് ഒരു ജനറേഷൻ കയറും. കൊല്ലുന്ന ഒരു സ്പിരിറ്റ് ഈ സിറ്റിയിൽ എനിക്ക് ആത്മാവിൽ അത് സെൻസ് ചെയ്യാൻ പറ്റുന്നു. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞ് കർത്താവ് ഒരു നിയോഗം. മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നു, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിടൊന്നും ഞാൻ അറിയുന്നു. പെർഗമോസിലെ ദൈവമക്കൾ ആരാധിക്കുന്ന അതേ സിറ്റിക്കകത്ത് ഒരുത്തൻ ഇരിപ്പിട വിട്ട് വാഴുക. സ്തോത്രം. അടുത്ത ദൂതിത, എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ ഞങ്ങളുടെ വിശ്വാസത്തെ നിഷേധിച്ചിട്ടില്ല. ഇപ്പൊ ഈ സിറ്റിയെ കുറിച്ച് കർത്താവ് എന്നാ പറയുന്നത്? അന്തിപ്പാസുമാരെ കൊല്ലുന്ന പട്ടണം. ഇതെന്നെ അന്തിപ്പാസുമാരോട് മാത്രം ഇത്ര ഫൈറ്റിങ്? ബാക്കി എല്ലാവരോടും കോംപ്രമൈസ് ചെയ്യും.
പക്ഷെ അന്തിപ്പാസുമാരോട് കോംപ്രമൈസ് ചെയ്യത്തില്ല. എന്നാ കാര്യമെന്നറിയാമോ? ഒന്ന്, അവർ സാക്ഷിയാ. രണ്ട്, വിശ്വസ്തരാ. അച്ഛാ, സാക്ഷ്യമുള്ള, വിശ്വസ്തതയുള്ള, ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരു മരണത്തിന്റെ സ്പിരിറ്റ്. അന്തിപ്പാസുമാരെ ആയുസിന്റെ മധ്യത്തിൽ തീർത്ത് കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ഒരു മരണത്തിന്റെ സ്പിരിറ്റ്. അതിനെയല്ലേ മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുകൊണ്ട് ആത്മാവ് ഡീൽ ചെയ്യുന്നേ. ദൈവദാസിമാരെ ചെറുപ്രായത്തിൽ തന്നെ തകർത്ത് കളയും. വീടിനകത്ത് അനാഥത്വം കൊണ്ടുവരും, സഭയ്ക്കകത്ത് അനാഥത്വം കൊണ്ടുവരും, ആയുസിന്റെ മധ്യത്തിൽ തകർത്ത് കളയുമെന്നൊക്കെ പറഞ്ഞ് ഈ ദേശത്തിന് നടുവിൽ ഇരിപ്പിടമിട്ട് വാഴ്ച നടത്തുന്ന പെർഗമോസിന്റെ കുടിയിരിപ്പുകളെ എന്നേക്കുമായിട്ട് വെട്ടിമാറ്റേണ്ടതിനായി ഇരുവായ്ത്തല വാൾ കയ്യിലുള്ള സർവശക്തനാകുന്ന ദൈവം ഈ പ്രാർത്ഥനയുടെ ഈ സെഷന്റെ ലാസ്റ്റ് മിനിറ്റുകളിൽ ഈ ആലയത്തിനകത്തേക്ക് ഇറങ്ങി വരികയാണ്. വിശ്വസ്തതയുള്ള അഭിഷക്തന്മാരെ മാത്രം ഉന്നം വെച്ച് നിൽക്കുന്ന, നിന്റെ വിശ്വസ്തതയെ ടാർഗറ്റ് ചെയ്യുന്ന ദൈവദാസിമാരെ വിധവമാരാക്കും, കുഞ്ഞുങ്ങളെ അനാഥരാക്കും, വീടിനകത്ത് അനാഥത്വം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കാലങ്ങളായി ചിലരെ തകർക്കുന്ന ദേശത്തിന്റെ സ്പിരിറ്റിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെട്ടിമാറ്റട്ടെ. വിശ്വസിക്കുന്നവർ ഇന്ന് കർത്താവ് നിന്നെ തൊടുക, ഇന്ന് കർത്താവ് നിന്നെ തൊടുക. നിനക്ക് വേണ്ടി അങ്ങനത്തെ ഒരു നിയോഗത്തെ കൂട്ട നിലവിളികൾ വഴിമാറട്ടെ. തബീതമാരെ കൊല്ലുന്ന, അന്തിപ്പാസുമാരെ കൊല്ലുന്ന, നിയോഗമുള്ള ഹിസ്കിയാവുമാരെ ഉന്നം വെക്കും. ദേശത്തിലെ മരണത്തിന്റെ സ്വാധീനങ്ങളെ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ പോകയാ. നിങ്ങളുടെ ഇരിപ്പിടം വിട്ട് നിങ്ങൾക്ക് എഴുന്നേക്കാൻ നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം സ്വസ്ഥാനത്ത് ചാടി എഴുന്നേറ്റാട്ടെ.